കഥ തുടരുന്നു. സാർ, എസ് ഐ അലക്സ് ബെഞ്ചമിൻ്റെ ശബ്ദമാണ് ഡിവൈഎസ്പി ചന്ദ്രസേനനെ ഉണർത്തിയത്. അയാളുടെ കണ്ണുകൾ ഏതോ ഒരു ജീവിയെയും കൊത്തി ഉയരുന്ന പരുന്തിലായിരുന്നു. ബെഞ്ചമിൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ചന്ദ്രസേനനും തോന്നി. കനപ്പിച്ച ഒരു മൂളിലോടെ അയാൾ തിരിഞ്ഞു നടന്നു. പിന്നാലെ ബെഞ്ചമിനും. MLA ശ്രീനിവാസനും വിശ്വരൂപൻ ചാന്നാരുമായി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി. സാർ, ചന്ദ്രസേനൻ MLAയെ നോക്കി. ഞങ്ങൾക്ക് ഇദ്ദേഹവുമായി ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ഓക്കെ. ശ്രീനിവാസൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ പുറത്തുണ്ടാവും വിശ്വരൂപ. അയാൾ സിറ്റൗട്ടിലേക്ക് പോയി. എന്താണ് സാർ? ചാന്നാർ സങ്കടത്തോടെ ഡിവൈഎസ്പിയെ നോക്കി. ഈ നേരത്തിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് കരുതരുത്. കുറ്റവാളിയെ ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റൂ. അയാൾ ചാന്നാർക്കെതിരെ ഇരുന്നു. പിന്നിൽ ബെഞ്ചമിൻ നിന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും എന്നോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ചോദിക്കാതെ പറ്റില്ലല്ലോ. ഈ സംഭവിച്ചതിൽ കൂടുതലൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനില്ലെന്നും എനിക്കറിയാം. ചാന്നാർ ഇതിനോടകം മനസ്സംയമനം പാലിച്ചു കഴിഞ്ഞു. ചന്ദ്രസേനൻ ചോദ്യം തുടങ്ങി. താങ്കളുടെ വിവാഹം ഈ വീട്ടിൽ തന്നെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു. ആമേ കറക്റ്റ്? യെസ്, സത്യമാണ്. ചാന്നാർ തലയാട്ടി. അത് ആർക്കൊക്കെ? പൊതുവെ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും. എന്നാൽ പിന്നീട് അവർ സമ്മതിച്ചിരുന്നു. ചന്ദ്രസേനൻ ചാന്നാരുടെ മുഖത്ത് നിന്ന് കണ്ണുമാറ്റിയില്ല. പക്ഷെ താങ്കളുടെ മൂത്ത മകനും മകളും വിവാഹ ചടങ്ങിന് സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, മകൻ ബാംഗ്ലൂരിൽ വന്നത് അതിനുശേഷമാണ്. മകൾ? വിശ്വരൂപൻ ചാന്നാർ ഒന്ന് പരുങ്ങി. അവൾക്ക് സുഖമില്ലായിരുന്നു. ഡിവൈഎസ്പിയുടെ മുഖത്തൊരു ചിരിമിന്നി. താങ്കൾ പറയുന്നതിൽ ചില ഭാഗത്ത് അസത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഈ വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് സാർ ഇത്? ചാന്നാർക്ക് ദേഷ്യം വന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരോട് തിരക്കി നോക്കാം. ചന്ദ്രസേനൻ മീശയൊന്ന് തടവി. നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടന്നില്ല ചന്ദ്രസേനൻ. അത് പോട്ടെ, ഇക്കാര്യത്തിൽ താങ്കൾക്ക് ആരെങ്കിലും സംശയം? താങ്കൾക്ക് ശത്രുക്കൾ? വിശ്വരൂപൻ ചാന്നാർ ഒരു വട്ടം ചിന്തിച്ചു നോക്കി. ഈ ലോകത്ത് ശത്രുക്കളില്ലാത്ത ഒറ്റ മനുഷ്യനും ഉണ്ടാവില്ല. അതുപോലെ എനിക്കും കണ്ടേക്കാം. എന്നുവെച്ച് കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ശത്രുത അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിലില്ല. ഉള്ളത് എന്നെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ അജ്ഞാതൻ. പിന്നെ ഇവിടുത്തെ കരിമണൽ ലോബി. അയാൾ ടൈറ്റാനിക് ബാബുവിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല. ഓക്കെ. ചന്ദ്രസേനൻ എഴുന്നേറ്റു. തുടർന്ന് CI അനന്തമൂർത്തിയെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. വണ്ടാനം മെഡിക്കൽ കോളേജ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിന് പുറത്തുണ്ടായിരുന്നു ധ്രുവ് ചാന്നാരും ക്ഷിപ്രയും കൂടെ പോയവരും. ചാന്നാരുടെ അടുത്ത ചില ബന്ധുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പത്മവും ഭാരതി അമ്മാളും രക്ഷപ്പെടുമെന്നാണ് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞത്. പക്ഷേ മണിമോൾ രക്ഷപ്പെടാനുള്ള സാധ്യത 10% കൂടുതലില്ല. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ അവൾക്ക് പഴയ രൂപത്തിലാകുവാൻ കഴിയില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇടനാഴിയിലൂടെ ഒരു പോലീസുകാരൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ ധ്രുവിൻ്റെ അടുത്തെത്തി. മിസ്റ്റർ ധ്രുവ്? യെസ്. അവൻ ക്ഷിപ്രയെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, പോലീസുകാരൻ അറിയിച്ചു. എന്തിന്? അവൻ്റെ മുഖം ചുളിഞ്ഞു. കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തോ ചോദിക്കാൻ കായംകുളത്ത് നിന്ന് CI സാർ വന്നിട്ടുണ്ട്. അവൻ തിരിഞ്ഞ് പെങ്ങളെ നോക്കി. ക്ഷിപ്ര, ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കണം. ധ്രുവ് പോലീസുകാരനൊപ്പം ചെന്ന് ജീപ്പിൽ കയറി. പോലീസ് സ്റ്റേഷൻ. CI അനന്തമൂർത്തി SIയുടെ ക്യാബിനിൽ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ധ്രുവ്, ഇരിക്കണം. അയാൾ എതിരെ കിടന്ന കസേരയിലേക്ക് കയച്ചുകൊണ്ടി. CI ഗൗരവത്തിലാണെന്ന് അവൻ അറിഞ്ഞു. താങ്ക് യു സാർ. അവൻ കസേരയിൽ അമർന്നു. ഇന്നലെ രാത്രി 12നും 1 മണിക്കും ഇടയ്ക്ക് നിങ്ങളുടെ സ്പീഡ് ബോട്ടിൽ കടലിൽ പോയിരുന്നോ? മുഖവിരയില്ലാതെയുള്ള ചോദ്യം. ധ്രുവിൻ്റെ മനസ്സ് പെട്ടെന്ന് ജാഗരൂകമായി. പോയിരുന്നു. എന്തിന്? ഒരു പേനയെടുത്ത് കയ്യിൽ വെച്ച് തിരിച്ചുകൊണ്ട് അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് സാർ, ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വന്ന ഒരുത്തനെ കള്ളലക്ഷണം തോന്നിയിരുന്നു. അവൻ ബാക്കി പറയും മുമ്പ് CI ശബ്ദമുയർത്തി. അങ്ങനെ സംശയിക്കാൻ നിങ്ങളെന്താ പോലീസാണോ? യെസ് സാർ. ഇവിടെയല്ല, കർണാടകയിൽ. അവൻ പേഴ്സിൽ നിന്ന് തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു നീട്ടി. CI അത് വാങ്ങി പരിശോധിച്ചു. അയാളുടെ മുഖത്തെ മുറുക്കം ഒന്നയഞ്ഞു. കാർഡ് തിരികെ നൽകിക്കൊണ്ട് അനന്തമൂർത്തി തുടർന്നു തിരക്കി. എന്നിട്ട്? പാചകക്കാരുടെ കൂട്ടത്തിൽ വന്ന ആ മനുഷ്യൻ വിവാഹ സമയത്ത് ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നെന്ന് എൻ്റെ സഹോദരിമാർ പറഞ്ഞപ്പോൾ തോന്നിയ സംശയം. വാസ്തവത്തിൽ ഈ പ്രായത്തിൽ അച്ഛൻ വിവാഹം ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നതും സത്യം. അവന് തനിക്ക് വിദേശത്ത് നിന്ന് വന്ന ഫോൺ കോളിനെ കുറിച്ചും മറ്റും പറഞ്ഞു. ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അനന്തമൂർത്തി കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. ധ്രുവ് തുടർന്നു. രാത്രി എനിക്കുറക്കം വന്നില്ല. എൻ്റെ മുറിക്ക് പുറത്തെ ബാൽക്കണിയിൽ നിന്നാൽ പാചകപ്പുരയിലുള്ളവരെ കാണാമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ ആ മനുഷ്യൻ കായൽ തീരത്തേക്ക് പോകുന്നത് കണ്ടു. ആ ക്ഷണം അവിടെ യമഹ എഞ്ചിൻ പിടിപ്പിച്ച ഒരു വള്ളം വന്ന് നിൽക്കുകയും ചെയ്തു. അയാൾ അതിൽ കയറി. വള്ളം അഴിമുഖത്തേക്ക് കുതിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ എത്തി ഞങ്ങളുടെ ബോട്ടിൽ പിന്നാലെ പോയി. അവൻ ശ്വാസം വലിച്ചു വിട്ടു. പറയൂ. CIയുടെ മുഖത്ത് ഉത്കണ്ഠ. ഞാനും കടലിലെത്തി. എന്നാൽ അവിടെ നിറയെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളുമായിരുന്നു. അവയ്ക്കിടയിൽ
ഞാൻ തേടിപ്പോയ വള്ളം കണ്ടെത്താനായില്ല. CI മെല്ലെ കാലുകൾ വിറപ്പിച്ചു. ധ്രുവ എപ്പോൾ മടങ്ങിയെത്തി? രാത്രി 2:30 ആയി കാണും. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം? ഒന്നും ഉണ്ടായില്ല. പാചകക്കാരോട് ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് തിരക്കി. അയാൾ എവിടെ പോയെന്ന് അവർക്കറിയില്ലെന്ന് പറഞ്ഞു. CI എഴുന്നേറ്റു. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ധ്രുവ്, നിങ്ങൾക്ക് പോകാം. താങ്ക് യു സാർ. ധ്രുവ് എഴുന്നേറ്റ് അറ്റൻഷനായി. പിന്നെ വാതിൽ കടക്കുവോളം അനന്തമൂർത്തിയുടെ കണ്ണുകൾ പിന്തുടർന്നു. വൈകിട്ട് 4 മണി. വലിയഴീക്കൽ. വിശ്വരൂപൻ ചാന്നാരുടെ മുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ആംബുലൻസ് എത്തി. ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. കനത്ത പോലീസ് ബന്ദോബസ്തിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുണ്ടായിരുന്നു അവിടെ. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് അല്പം മുമ്പാണ് ധ്രുവും ക്ഷിപ്രയും എത്തിയത്. വിവാഹ പാർട്ടി നടത്താൻ വേണ്ടി ഒരുക്കിയിരുന്ന പന്തലിലേക്ക് ആംബുലൻസിൽ നിന്ന് രശ്മയുടെ ബോഡി ഇറക്കി വെച്ചു. അവിടെ നിന്ന് കൂട്ടനിലവിളികൾ ഉയർന്നു തുടങ്ങി. ഏറെയും വലിയഴീക്കലെ സ്ത്രീകൾ. മോളെ! ധ്രുവം ക്ഷിപ്രയെ ഓടി വന്ന് രശ്മയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ രാത്രിയിലും തൻ്റെ ഒപ്പം ഉറങ്ങിയിരുന്ന രശ്മയാണിപ്പോൾ. ഓർക്കാനേ പറ്റുന്നില്ല ക്ഷിപ്രയ്ക്ക്. ചാന്നാരുടെ കൈ പിടിച്ചുകൊണ്ട് MLA ശ്രീനിവാസനാണ് അവിടേക്ക് വന്നത്. അയാളുടെ കണ്ണീർ വറ്റിയിരുന്നു. തൻ്റെ മകളെ തളർച്ചയോടെ അയാൾ നോക്കി. ഏതു നിമിഷവും താഴെ വീണാക്കാം എന്ന അവസ്ഥയിലായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. MLA ഒരു കസേര വലിച്ചിട്ട് അയാളെ അവിടെ ഇരുത്തി. ധ്രുവിനെയും ക്ഷിപ്രനെയും കൂടി ആളുകൾ അവിടെ ഇരുത്തി. ആളുകൾ ഒരു നിരയായി വന്ന് മൃതദേഹം കണ്ടുപോകാനുള്ള അവസരം പോലീസ് ഒരുക്കിയിരുന്നു. ചാനലുകാരും പത്രക്കാരും എല്ലായിടത്തുമുണ്ട്. അവർ ആഭ്യന്തരമന്ത്രിയോട് കേസിനെക്കുറിച്ച് സംസാരിച്ചു. കുറ്റവാളികൾ ഉടൻ കുടുങ്ങും. അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്, മന്ത്രി തീർത്തു പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിനെ നടുക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു ഇത്. കായലോരത്ത് ചിത ഒരുങ്ങിക്കഴിഞ്ഞു. ആളുകൾ പക്ഷേ ഇനിയും കണ്ടു തീർന്നിട്ടില്ല. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിലെ ഒരു യുവാവിൽ ധ്രുവിൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ധ്രുവ് ചുളിഞ്ഞ നെറ്റിയോടെ അവനെ ശ്രദ്ധിച്ചു. എന്തോ ഒരു പ്രത്യേകത. 22 വയസ്സ് വരും. പാൻറ് ഷർട്ടുമാണ് വേഷം. അലസമായി കിടക്കുന്ന മുടി, കലങ്ങിയ നിർജീവമായതുപോലെ തോന്നിക്കുന്ന കണ്ണുകൾ. ഈ നാട്ടുകാരനല്ല ധ്രുവിന് തീർച്ചയായി. താൻ ഇന്നുവരെ ഇവനെ കണ്ടിട്ടില്ല. അവൻ ഒരു നിമിഷം ചുറ്റും ശ്രദ്ധിച്ചു. ധ്രുവിൻ്റെ കണ്ണുകളുമായി ആ നോട്ടമിടഞ്ഞു. നിർജീവമായ കണ്ണുകൾക്കുള്ളിൽ അവൻ പകയുടെ കനലുകൾ അടക്കി വെച്ചിരിക്കുന്നത് പോലെ ധ്രുവിന് തോന്നി. തിടുക്കത്തിൽ അവൻ മറ്റുള്ളവർക്കൊപ്പം മുന്നോട്ട് പോയി. ആ മുഖം ധ്രുവ മനസ്സിൽ കുറിച്ചിട്ടു. മൃതശരീരം ചിതയിലേക്ക് എടുക്കപ്പെട്ടു. കായലിൽ മുങ്ങി ഈറിനോടെ വന്ന ധ്രുവാണ് തകർന്ന മനസ്സോടെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു ചിത കത്തിച്ചത് അവൻ ഓർത്തു. അമ്മയുടെ. ഇനി തിരിഞ്ഞു നോക്കാതെ പോയി കുളിച്ചോ? കർമ്മിയുടെ നിർദ്ദേശം കിട്ടിയപ്പോൾ ധ്രുവ് അപ്പോഴും തിരിഞ്ഞു പോകാതെ നിൽക്കുന്ന നാട്ടുകാർക്കിടയിൽ ഒരു മുഖം പരതി. ആ ചെറുപ്പക്കാരൻ്റെ. ഒരിടത്തും കണ്ടില്ല. ആരാണവൻ? തങ്ങളുടെ ബന്ധുക്കളിൽ മിക്കവരെയും ധ്രുവനറിയാം, നാട്ടുകാരെയും. എന്നാൽ അവൻ. ധ്രുവ് അസ്വസ്ഥനായി. ആളുകൾ പതുക്കെ പിരിഞ്ഞു തുടങ്ങി. ആഭ്യന്തരമന്ത്രിയും MLAയും വിശ്വരൂപൻ ചാന്നരോട് യാത്ര പറഞ്ഞു. നേരം സന്ധ്യ. കിഴക്കേ പൂമുഖത്ത് ചാരുകസരയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ചാന്നാർ ഇരുന്നു. കത്തുന്ന മാംസത്തിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും സമ്മിശ്ര ഗന്ധം. വീടിനുള്ളിൽ ചാന്നാരുടെയും പെൺമക്കളുടെയും ഭാരതീയ അമ്മാളുടെയും മുറികൾ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ധ്രുവ് വേഷം മാറി അച്ഛൻ്റെ മുന്നിലെത്തി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ? ഞാനും വരുന്നടാ. ചാന്നാർ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ടച്ചാ, അവൻ തടഞ്ഞു. അച്ഛൻ നാളെ വന്നാൽ മതി. ക്ഷിപ്രയോടും വരണ്ടെന്നും അച്ഛനെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് ധ്രുവ് ഷെഡിൽ കിടന്നിരുന്ന ടവേരയിൽ വണ്ടാനത്തിന് പോയി. ഇരുൾ കനത്തു. ക്ഷിപ്ര വന്ന് പലവട്ടം വിളിച്ചിട്ടും ചാന്നാർ വീടിനുള്ളിലേക്ക് കയറുവാൻ കൂട്ടാക്കിയില്ല. മോള് കിടന്നോ? അച്ഛൻ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കട്ടെ. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. അച്ഛനോട് വിവാഹത്തെപ്പറ്റി കയർത്ത് സംസാരിച്ചത് അവൾ ഓർത്തു. കുഞ്ഞമ്മയെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് വരെ പറഞ്ഞു. തൻ്റെ നാവ് ഫലിക്കുകയായിരുന്നോ? അയാൾ അകത്തേക്ക് പോയി. സമയം പിന്നെയും ഒരുപാട് കഴിഞ്ഞു. കായലിലെ കൊഞ്ചു പിടുത്തക്കാരുടെ വള്ളങ്ങളിലെ റാന്തൽ വിളക്കുകളുടെ വെളിച്ചം കാണാം. രശ്മയുടെ ചിതയിൽ നിന്ന് അപ്പോഴും വെളുത്ത നൂല് പോലെ പുക വരുന്നുണ്ടായിരുന്നു. ചാന്നാർ ദീർഘമായി നിശ്വസിച്ചു. അജ്ഞാതനായ ശത്രു ഇരുളിൽ എവിടെയോ തന്നെ ഉന്നം വയ്ക്കുന്നത് പോലെ. കായലിലൂടെ ഒരു തണുത്ത കാറ്റ് വീശു വന്നു. ചിതയിലെ ചാരം ഇളകിപ്പറന്ന് തീക്കനലുകൾ തിളങ്ങി. പെട്ടെന്ന് ചാന്നാരുടെ ഫോൺ ശബ്ദിച്ചു. രാവിൻ്റെ നിശബ്ദതയിൽ അത് അയാളെ നടുക്കി. ടീപ്പോയിലിരുന്ന ഫോൺ കൈനീട്ടി ചാന്നാർ എടുത്തു. അപ്പുറത്ത് വാർഡ് മെമ്പർ കൃഷ്ണനായിരുന്നു. എന്താ കൃഷ്ണ രാത്രിയിൽ? അങ്ങത്തെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. കരിമണൽ ലോബി എത്തിയിട്ടുണ്ട്. ചാന്നാർ പിടഞ്ഞുണർന്നു. എവിടെയാ? ലൈബ്രറിക്കടുത്ത്. അവർ വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമിയിൽ. ചാന്നാർ ഓർത്തു. ഏറ്റവും കൂടുതൽ കരിമണൽ അടിഞ്ഞിരിക്കുന്ന ഭാഗമാണത്. പലവട്ടം ഈ ലോബി മണൽ കടത്താൻ ശ്രമിച്ചിട്ടുള്ളതുമാണ്. അന്നൊക്കെ പോലീസും താനും നാട്ടുകാരും ചേർന്നാണ് തടഞ്ഞത്. കൃഷ്ണൻ്റെ ശബ്ദം പിന്നെയും കേട്ടു. ഇന്നത്തെ ദിവസം അങ്ങത്ത് വരില്ലെന്നുള്ള കണക്കുകൂട്ടലിലാവും അവർ. ചാന്നാരുടെ തലച്ചോറിൽ ഒരു മിന്നൽ പുളഞ്ഞു. ഇവിടെ നടന്ന ദുരന്തത്തിന് പിന്നിൽ അവരായിക്കൂടെ? പഴയ ഒരു വിവാദ DGPയുടെ അനിയനാണ് അക്കൂട്ടത്തിൽ പ്രധാനി. ദേവസേനാപതി. വിചിത്രമായ പേരുള്ളവൻ. ഞാൻ പെട്ടെന്ന് വരാം കൃഷ്ണ. ഒരു തരി മണ്ണുമായി അവരുടെ ലോറി നിങ്ങൾ വിടരുത്. ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ട്. തിടുക്കത്തിൽ കാൾ കട്ട് ചെയ്തിട്ട് വിശ്വരൂപൻ ചാന്നാർ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് ഓർഡർ.
ചാന്നാർ SIക്ക് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ്. ചാന്നാറുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. അയാൾ വില്ലേജ് ഓഫീസർ ഹരിലാലിൻ്റെ നമ്പറിൽ കുത്തി. അതും സ്വിച്ച് ഓഫ്. കളിയാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ട്. ചാന്നാർക്ക് തീർച്ചയായി. തൻ്റെ വീഴ്ച മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് നാരികൾ. ചാന്നാർ പോലീസിൻ്റെ 100-ൽ വിളിച്ച് മെസ്സേജ് കൊടുത്തു. പക്ഷേ ക്ഷിപ്രയെ വിളിച്ച് വാതിലടച്ചേക്കാൻ പറഞ്ഞിട്ട് സ്കോർപിയോയിൽ കയറി. ചരൽ പിന്നോട്ട് തെറിപ്പിച്ച് അത് ഗേറ്റ് കടന്നു. ലൈബ്രറിക്കരികിൽ ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അവരെ തൊട്ടൊഴിഞ്ഞു. ഇരച്ചു വന്ന സ്കോർപിയോ അവിടെ ബ്രേക്കിട്ടു. ചാന്നാർ പുറത്തേക്ക് കാൽ വെച്ചു. അങ്ങത്തെ ആളുകൾക്കിടയിൽ പെട്ടെന്നൊരു മർമ്മരം. ചാന്നാർ ചുറ്റും നോക്കി. 10ഓളം ടോറസ് ലോറികൾ, 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ അവയിലേക്ക് കരിമണൽ കോരി നിറയ്ക്കുകയാണ്. മുന്നിൽ കിടന്നിരുന്ന ഒരു ജഗ്വാർ XFൻ്റെ ബോണറ്റിലേക്ക് കൈകുത്തി ഒരാൾ ചരിഞ്ഞു നിന്നിരുന്നു. ദേവസേനാപതി. 100 കിലോ തൂക്കവും അതിനൊത്ത ഉയരവുമുള്ളവൻ. മുണ്ടും ചൂബയും വേഷം. നിർത്തടാ! മണ്ണുമാന്തിയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ചാന്നാറിൻ്റെ ഒച്ച ഉയർന്നു പൊങ്ങി. ഒരു നിമിഷം യന്ത്രങ്ങളുടെ ഉയർന്ന ഹോ നിശ്ചലമായി. ദേവസേനാപതി തിരിഞ്ഞു നോക്കി. ജനങ്ങളുടെ അകമ്പടിയോടെ വിശ്വരൂപൻ ചാന്നാർ അയാൾക്ക് മുന്നിലെത്തി. സേനാപതി! ഇടിമുഴക്കം പോലെ ചാന്നാറിൻ്റെ ശബ്ദം. മര്യാദയ്ക്ക് നിന്റെ ഈ കുന്തവും കൊടച്ചക്രവുമൊക്കെയായി മടങ്ങിക്കോ. ഇത്തരം ഒരാവശ്യമായി ഇവിടേക്ക് വരരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും തോൽക്കാൻ വേണ്ടി മാത്രം ഇത്തവണയും നീ വന്നു. ചാന്നാരെ! ഈണത്തിൽ വിളിച്ചുകൊണ്ട് ദേവസേനാപതി ചിരിച്ചു. സ്വന്തം കുടുംബത്തിലുള്ളവർ ചത്തടിഞ്ഞു തുടങ്ങിയിട്ടും മരണം കാത്തു കിടന്നിട്ടും തൻ്റെ ഊർജ്ജം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ പ്രജാപ്രീണനത്തിന് ഒട്ടും കുറവില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. വിഡ്ഢികളായ ഈ ജനങ്ങൾക്ക് നിന്നോടുള്ള ആദരവും ഇവർക്കെന്ന പേരിലുള്ള നിന്റെ ഈ അഭിനയവും. അയാൾ കഷ്ണിത്തലയിൽ ഒന്ന് ചൊറിഞ്ഞു. സേനാപതി! വിശ്വരൂപൻ ചാന്നാർക്ക് പാദം മുതൽ പെരുത്തു. അതേടോ, ഈ കാണുന്നതല്ല നീയെന്നും നിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന കാണ്ടാമൃഗം ഏതു നിമിഷവും ഈ പാവങ്ങളെ ചതിക്കുമെന്നും ഇവർ അറിയുന്നില്ല. ദേവസേനാപതിയുടെ ശബ്ദം മാറിത്തുടങ്ങി. അങ്ങത്തെക്കുറിച്ച് തോന്നിയാസം പറയരുത്. ജനമിളകി. അപ്പോഴും സേനാപതി പതറിയില്ല. ജനത്തെ ശ്രദ്ധിച്ചുമില്ല. ചാന്നാരെ! കാശ് കൊടുത്താണ് ഞാൻ ഈ ഭൂമി വാങ്ങിയതെങ്കിൽ ഇവിടെ നിന്ന് മണൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് നിന്റെ മകളുടെ ചിതക്കരികിൽ ഒരെണ്ണം കൂടി തീർത്തിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ. ഇത്തവണ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് വെറും പണിക്കാരല്ല, ചാവേറുകളാ. നോക്കടാ! ദേവസേനാപതി കൈ ചൂണ്ടി. അടുത്ത നിമിഷം ടോറസുകൾക്ക് മുകളിൽ നിന്ന് 10ഓളം പേര് താഴേക്ക് പറന്നു വന്നു. ജനങ്ങൾ ചിതറി. ഞൊടിയിടയിൽ ഗുണ്ടകൾ ചാന്നാരെ വളഞ്ഞു. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ തുളഞ്ഞിറങ്ങുന്ന വെളിച്ചത്തിൽ ചാന്നാർ അവരെ കണ്ടു. ചിലരെ തിരിച്ചറിഞ്ഞു. താൻ കൈകൾ വെട്ടിയ ടൈറ്റാനിക് ബാബുവിൻ്റെ ടീം. ചാന്നാരുടെ നട്ടെല്ലിനുള്ളിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു. വിശ്വരൂപൻ ചാന്നാരുടെ കണ്ണുകൾ അവർ ഓരോരുത്തരിലൂടെയും മിന്നൽ വേഗത്തിൽ തെന്നി നീങ്ങി. ഇരയെ കടിച്ചു കീറുവാൻ വെമ്പുന്ന വേട്ടപ്പട്ടികളുടെ ക്രൗര്യമായിരുന്നു അവരുടെ മുഖത്ത്. ഇപ്പോൾ നീ എന്തു പറയുന്നു വിശ്വരൂപ? ദേവസേനാപതി വിജയഭാവത്തിൽ ചിരിച്ചു. കടലിൽ നിന്നൊരു കനത്ത തിര വന്ന് പടക്കം പൊട്ടുന്ന ഒച്ചയിൽ കടൽ ഭിത്തിയിൽ അടിച്ചു ചിതറിയുമായിരുന്നു. ചാന്നാരുടെ മുഖത്തും ഒരു ചിരി മിന്നി. ഈ കുഴിയാനകളെ നിരത്തി നിർത്തി നീ എന്താ സേനാപതി എന്നെ വെല്ലുവിളിക്കുന്നത്? ആഞ്ഞൊന്ന് തുമ്മിയാൽ തിരിഞ്ഞോടി ഇവന്മാര്. എടോ! പെട്ടെന്ന് അമ്പലപ്പുഴ സംഘത്തിൻ്റെ നേതാവ് ചാന്നാരുടെ മുന്നിലേക്ക് വന്നു. തനിക്കൊരു നല്ല കാലമുണ്ടായിരുന്നു, സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ ബാബുവേട്ടൻ്റെ കൈകൾ വെട്ടിയതോടുകൂടി അത് തീർന്നു. ഇനി തനിക്ക് കഷ്ടകാലമാണ്. വലിഞ്ഞെരിച്ചുകൊണ്ട് അയാൾ തുടർന്നു. തൻ്റെ മുഖംമൂടി ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ വലിച്ചു കീറും. ചാന്നാരുടെ പ്രതികരണം പെട്ടെന്നായിരുന്നു. ഒരടിയുടെ രൂപത്തിൽ. മുന്നിൽ നിന്ന് വീമ്പിളക്കിയവൻ്റെ കവിളടക്കം. അടിയൊച്ചയിൽ സകലരും കിടുങ്ങിപ്പോയി. പങ്കായം കൊണ്ട് വെള്ളത്തിനു മീതെ അടിക്കുന്ന ശബ്ദം. അതാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ദേവസേനാപതി ചകിതനായി. അയാൾ പെട്ടെന്ന് അമ്പലപ്പുഴ സംഘത്തിന് കൽപ്പന നൽകി. ഇനി കാക്കണ്ട, തീർത്തേരുടെ ഇവനെ. ചുറ്റും ആയുധങ്ങളുടെ കിലുക്കം വിശ്വരൂപൻ ചാന്നാർ കേട്ടു. നേരത്തെ അടിച്ചവനെ ചവിട്ടിമറിച്ച് ചാന്നാർ മുന്നോട്ട് കുതിച്ചു. അതിനിടെ അരയിൽ നിന്ന് പിസ്റ്റൾ വലിച്ചെടുത്തു. ചാന്നാറിൻ്റെ നീക്കം എതിരാളികൾ മനസ്സിലാക്കും മുമ്പ് അത് സംഭവിച്ചു. ദേവസേനാപതിയെ ജഗ്വാർ XFലേക്ക് ചവിട്ടിയമർത്തി ചാന്നാർ. പിന്നെ പിസ്റ്റൾ അയാളുടെ പൊക്കിളിൽ കുത്തി അമർത്തി. ഒറ്റ ഉണ്ട കൊണ്ട് നിന്റെ പൊക്കിൾ കൊടിയും അതിന് പിന്നിലുള്ള പുഴുത്ത കുടലും ഞാൻ തുളയ്ക്കും. അത് വേണോടാ? സേനാപതിയുടെ കണ്ണു തള്ളി. ചാന്നാർ തുടർന്നു. ഈ നിൽക്കുന്നവരെ മുഴുവൻ തല്ലി വീഴ്ത്താനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ തീർക്കും. ഈ ജനങ്ങൾ നിന്റെ ആളുകളെ തല്ലിച്ചതയ്ക്കും. ഇനിയുള്ള തീരുമാനം നിന്റേത് മാത്രമാണ്. ജനം ആക്രോശത്തോടെ മുന്നോട്ടെടുത്തു. അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അങ്ങത്തെ! അയാളെ അങ്ങ് കൊന്നേരെ. കരിമണൽ എന്ന ആർത്തിയുമായി ഇനി ഒരിക്കൽ കൂടി അയാൾ ഇങ്ങോട്ട് വരരുത്. കുറ്റം ഞങ്ങളെ ഏറ്റോളാം. ആരവം പോലെ ജനങ്ങൾ അത് ഏറ്റുചൊല്ലി. കേട്ടോടാ അത്? വിശ്വരൂപൻ ചാന്നാർ ദേവസേനാപതിയുടെ കവിളത്തൊന്ന് തോണ്ടി. അയാൾ ചലിച്ചില്ല. നാവ് പോലും അനങ്ങിയില്ല. അമ്പലപ്പുഴ സംഘവും പതറിപ്പോയി. ഇത്രയും ജനങ്ങൾ കല്ലെടുത്തെറിഞ്ഞാൽ പോലും തങ്ങൾ തോറ്റുപോകും. ഇടടാ ആയുധങ്ങൾ താഴെ! ചാന്നാർ അവരോട് അലറി. അവർ മടിച്ചു. പിസ്റ്റളിൻ്റെ ബാരൽ ദേവസേനാപതിയുടെ പൊക്കിളിൽ ഒന്നുകൂടി അമർന്നു. ഞാൻ നിറയൊഴുക്കില്ലെന്ന് കരുതല്ലടാ. കുറ്റമേൽക്കാൻ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നത് ഞാൻ എന്തിനു മടിക്കണം?
കരയിൽ തല്ലിയളിക്കുന്ന തിരമാലകൾ പോലെ ചാന്നാരുടെ ശബ്ദം ചിതറി. വേണ്ട, സേനാപതി തൻ്റെ ആളുകളോട് പറഞ്ഞു. അവർ ആയുധങ്ങൾ ചാന്നാരുടെ മുന്നിലേക്കിട്ടു. വാളുകൾ, സൈക്കിൾ ചെയിനുകൾ, നയമ്പുകൾ. നിങ്ങൾ എങ്ങനെയാ വന്നത്? ചാന്നാർ നേതാവിനെ നോക്കി. ജീപ്പിൽ. എങ്കിൽ സമയം കളയാതെ വിട്ടോ, പെട്ടെന്ന് സേനാപതി ഓർമ്മിപ്പിച്ചു. ചാന്നാരെ, നീയാണ് ടൈറ്റാനിക് ബാബുവിൻ്റെ കൈവെട്ടിയതെന്ന് ഇതുവരെ പോലീസ് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എന്താണ് പുല്ലേ? ആരെങ്കിലും മുന്നോട്ട് വന്ന് കുറ്റമേറ്റാൽ അതോടെ തീർന്നില്ലേ? ദേവസേനാപതി തളർന്നു. പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ ഫോൺ ചലിച്ചു. ചാന്നാർ കൈനീട്ടി അതെടുത്തു. അതിൽ തെളിഞ്ഞിരിക്കുന്ന പേര് കണ്ടപ്പോൾ അയാളുടെ മുഖം ചുവന്നു. MLA ശ്രീനിവാസൻ. കാര്യം പിടികിട്ടിയതുപോലെ സേനാപതി പരിഭ്രമിച്ചു. ചാന്നാർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് മിണ്ടാതെ നിന്നു. അപ്പുറത്തുനിന്ന് ശ്രീനിവാസിൻ്റെ ശബ്ദം. പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ സേനാപതി? ഇല്ല, ചാന്നാർ പറഞ്ഞു. തൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എൻ്റെ ശബ്ദം പിന്നെ സേനാപതിയുടേതുപോലെ ആകുമോ ശ്രീനിവാസ? അപ്പുറത്തെ ഞെട്ടൽ ഫോണിലൂടെ വിശ്വരൂപൻ ചാന്നാർ തിരിച്ചറിഞ്ഞു. വിശ്വരൂപ, ഞാൻ? ശ്രീനിവാസൻ പരുങ്ങി. അതേടോ, എൻ്റെ മകളുടെ ചിത എരിയുമ്പോൾ ഇങ്ങനെയൊരു നാടകത്തിന് ഈ പന്നൻ ഇറങ്ങി തിരിച്ചത് തൻ്റെ കൂടി പിൻബലത്തിലായിരുന്നു അല്ലേ? വിശ്വരൂപ, നാറ്റിക്കരുത്. നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. ഈ ഡീലിന് പിന്നിൽ ഞാനുണ്ടെന്ന് ആരും അറിയരുത്. ശ്രീനിവാസിൻ്റെ ശബ്ദം പതറി. ഒന്നും പറയണ്ട. ചാന്നാരുടെ ശബ്ദം കനത്തു. സേനാപതി വന്നതറിഞ്ഞ് തന്നെയും ഞാൻ വിളിച്ചിരുന്നു. ഫോൺ കിട്ടാതെ വന്നപ്പോഴേ എനിക്ക് സംശയത്തിൻ്റെ ചൂരടിച്ചതാ. എന്നാൽ ഒന്നുണ്ട്, നീ ഇപ്പോൾ വഹിക്കുന്ന MLA പദവിയുണ്ടല്ലോ, അത് എൻ്റെ ദാനമായിരുന്നെന്ന് നീ മറന്നു. കൂടുതലൊന്നും പറയാതെ ചാന്നാർ ഫോൺ കട്ട് ചെയ്ത് ദേവസേനാപതിയുടെ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു. അമ്പലപ്പുഴ സംഘം പോയിരുന്നില്ല. എന്താ, നിങ്ങൾ പോകുന്നില്ലേ? ഇങ്ങോട്ട് വന്ന ജീപ്പ് കത്തിയേറിയത് കണ്ടിട്ട് കടൽ ചാടി നീന്തി പോകാനാണോ പരിപാടി? ചാന്നാരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം അവർ തിരിച്ചറിഞ്ഞു. അവർ ജനങ്ങൾക്കിടയിലൂടെ തലകുനിച്ച് പോയി. ജനങ്ങൾ അവരെ കൂകി വിളിച്ചു. കലിയിളകിയതുപോലെ തിരമാലകൾക്ക് ശക്തിയേറി. ഉപ്പുവെള്ളം അവർക്കുമീതെ മുത്തുമണികൾ പോലെ ചിതറി വീണു. വിശ്വരൂപൻ ചാന്നാർ ദേവസേനാപതിയുടെ നെഞ്ചിൽ നിന്ന് കാൽ പിൻവലിച്ചു. പിസ്റ്റളും. നീ ഇവിടെ മണ്ണ് കൊണ്ടുപോകാൻ വന്നതിന് ഞങ്ങൾക്ക് തെളിവ് വേണം സേനാപതി. അയാൾ ജനങ്ങളെ നോക്കി. എല്ലാ ടോറസുകളുടെയും കാറ്റഴിച്ചു വിട്ടേര്. വിശ്വരൂപ, പാടില്ല. സേനാപതി തടയാനാഞ്ഞു. നടക്കില്ലടാ. എല്ലാ തവണത്തെയും പോലെ നീ മാപ്പിരുന്ന് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ചാന്നാർ മീശത്തുമ്പ് ഒന്ന് പിരിച്ചു. ജനങ്ങൾ അപ്പോഴേക്കും ടോറസ് ലോറികളുടെ ടയറിലെ കാറ്റ് അഴിച്ചുവിട്ട് തുടങ്ങിയിരുന്നു. ലോറികൾ റോഡിലേക്ക് അമർന്നു. ഈ JCBകൾ എന്ത് ചെയ്യണം അങ്ങത്തെ? മെമ്പർ കൃഷ്ണൻ തിരക്കി. അതും അവിടെ തന്നെ കിടക്കട്ടെ. നാളെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകണം. പെട്ടെന്ന് സൈറൻ ഇട്ടുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. SI അലക്സ് ബെഞ്ചമിനും സംഘവും ചാടിയിറങ്ങി. എന്താണ് ഇവിടെ പ്രശ്നം? ചോദിച്ചുകൊണ്ട് ബെഞ്ചമിൻ നോക്കിയത് ചാന്നാരുടെ മുഖത്തേക്ക്. അയാളൊന്ന് വിളറി. സാറിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്, സ്റ്റേഷനിലേത് ഔട്ട് ഓഫ് ഓർഡർ. പിന്നെ എങ്ങനെ ഈ വിവരം അറിഞ്ഞു? ചാന്നാരുടെ പരിഹാസത്തിന് മുമ്പിൽ SIക്ക് ഉത്തരം മുട്ടി. അയാൾ ചാന്നാരുടെ അടുത്തേക്ക് വന്ന ശബ്ദം താഴ്ത്തി. അങ്ങനത്തെ കുഴപ്പമുണ്ടാക്കരുത്. ലോറികൾ വിട്ടുകൊടുക്കണം. മുകളിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാ. ചാന്നാർ തല കുടഞ്ഞു. അങ്ങ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും നടക്കത്തില്ല ബെഞ്ചമിൻ. ഇവിടുത്തെ ഭരണക്കാരും പോലീസും ഭൂമാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കഥകൾ സകല തെളിവുകളോടും കൂടി പൊതുജനം അറിയട്ടെ. എന്നിട്ട് വോട്ട് ചെയ്തു പോയതിൻ്റെ പശ്ചാത്താപത്തിലെങ്കിലും തിരിച്ചറിവുണ്ടാകട്ടെ. അലക്സ് ബെഞ്ചമിൻ പല രൂപത്തിൽ പറഞ്ഞു നോക്കി. പക്ഷേ ചാന്നാർ വഴങ്ങിയില്ല. അവസാനം അലക്സ് ബെഞ്ചമിൻ്റെ സ്വരം മാറി. അങ്ങത്തെ, ഇതൊരു വലിയ പ്രശ്നമാകും. പിന്നെ നമ്മൾ നോക്കിയാലൊന്നും തടയാൻ പറ്റത്തില്ല. ചാന്നാരുടെ പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞു. ഭീഷണി വ്യക്തമായി. അലക്സ് ബെഞ്ചമിന് പോകാം. അടുത്ത നിമിഷം വല വീശുന്നത് പോലെ വെളിച്ചം വീശി വന്നു. ഏവരും തിരിഞ്ഞു നോക്കി. പത്രക്കാരും ചാനലുകാരും. അതോടെ അലക്സ് ബെഞ്ചമിൻ സൂത്രത്തിൽ പിൻവാങ്ങി. വണ്ടാനം മെഡിക്കൽ കോളേജ് ICUവിൽ നിന്ന് ഭാരതീയമ്മാളിനെയും പത്മത്തെയും ഒരു റൂമിലേക്ക് മാറ്റി. മണിമോൾ അപ്പോഴും അത്യാസന്ന നിലയിൽ തന്നെ. അവൾക്ക് പറയത്തക്ക പ്രോഗ്രസ് ഒന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഭാരതീയമ്മാൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ധ്രുവ് അവർക്കരികിലിരുന്നു. അവൻ്റെ പിന്നിൽ സ്രാവ് മജീദും യാക്കൂബും ഉണ്ടായിരുന്നു. അപ്പച്ചി, ധ്രുവ് വിളിച്ചു. ഭാരതീയമ്മാളുടെ മിഴികൾ വട്ടം ചുറ്റി. താൻ എവിടെയാണെന്ന സന്ദേഹത്തോടെ. മോനെ ധ്രുവേ. അവർ അവൻ്റെ കൈവിരലുകളിൽ പിടിച്ചു മുറുക്കി. ഏട്ടൻ എന്തിയേ? ഞാൻ എവിടാ? അച്ഛൻ വീട്ടിലുണ്ട്. പിന്നെ അപ്പച്ചി ആശുപത്രിയിലാണ്. അവർ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. എനിക്ക് എന്ത് പറ്റി? അവൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞു. രശ്മ മരിച്ചതൊഴികെ. പത്മം. ധ്രുവ് അടുത്ത ബെഡിലേക്ക് കൈ ചൂണ്ടി. ഭാരതീയമ്മാൾ അവിടേക്ക് തലതിരിച്ചു. പത്മം കണ്ണു തുറന്നിട്ടില്ല. അവിശ്വസനീയതയോടെ ഭാരതീയമ്മാൾ തിരക്കി. വാസ്തവത്തിൽ എങ്ങനെ എല്ലാവർക്കും കൂടി ഇങ്ങനെ? അപ്പച്ചിയിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. ധ്രുവിൻ്റെ ശബ്ദത്തിൽ നിരാശ. എനിക്കൊന്നും അറിയില്ല മോനെ. ഉറങ്ങാൻ കിടന്നതുവരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അവർക്കിടയിൽ മൗനം വന്നു നിറഞ്ഞു. വിളർച്ച ബാധിച്ചിരുന്ന ഭാരതീയമ്മാളുടെ മുഖത്ത് ഭീതിയും ഒരു വലയം തീർത്തു. പെട്ടെന്ന് പിന്നിൽ എന്തോ ശബ്ദം കേട്ട് ധ്രുവ് വാതിൽക്കിലേക്ക് തിരിഞ്ഞു. അവിടെ അകത്തേക്ക് ശ്രദ്ധിച്ച് നിശ്ചലം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. തലയ്ക്കുള്ളിൽ ഒരു കാറ്റുവട്ടം ചുറ്റി. രശ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ താൻ നോട്ട് ചെയ്ത അതേ യുവാവ്. അവൻ ചാടി എഴുന്നേറ്റു. ആ ക്ഷണം ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചു.
മജീദേ, യാക്കൂബേ, അവനെ വിടരുത്. ധ്രുവ ഉച്ചയുയർത്തി. മൂവരും ഒന്നിച്ച് ഇടനാഴിയിലേക്ക് ഓടി. എന്നാൽ അങ്ങേയറ്റത്തെത്തിയിരുന്നു അവൻ. അവർക്ക് അവനെ കണ്ടെത്താനായില്ല. ചേപ്പാട് റെയിൽവേ സ്റ്റേഷനടുത്തായിരുന്നു MLA ശ്രീനിവാസിൻ്റെ വീട്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും അയാൾ ഉറങ്ങിയിരുന്നില്ല. വിശാലമായ മുറ്റത്തെ പുൽത്തകിടിയിലിട്ട ചൂരൽ കസേരയിൽ അയാളുണ്ടായിരുന്നു. മുന്നിൽ മറ്റൊരാളും, വില്ലേജ് ഓഫീസർ ഹരിലാൽ. ആകെ അസ്വസ്ഥമായിരുന്നു ഇരുവരും. മുന്നിലെ ടീപ്പോയിലിരുന്ന നീലനിറമുള്ള കുപ്പിയെടുത്ത് ഹരിലാൽ ഗ്ലാസ്സിലേക്ക് ചരിച്ചു. പിനാക്കിൽ വോഡ്ക. മുറിച്ചു വെച്ചിരുന്ന നാരങ്ങയുടെ ഒരു പീസ് എടുത്ത് അയാൾ മദ്യത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഒറ്റവലിക്ക് അകത്താക്കി ചുണ്ടു തുറച്ചു. അല്ലെങ്കിൽ തന്നെ ആ ചാന്നാർക്ക് എന്നോട് കലിപ്പ. ഇതും കൂടിയായപ്പോൾ പൂർണ്ണമായി, ഹരിലാൽ പറഞ്ഞു. ശ്രീനിവാസന് കനപ്പിച്ചു മൂളി. ഞാനും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇന്നാ അവൻ അറിഞ്ഞത്. ഇനി യുദ്ധമാണ് പോംവഴി. അവനെ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഹരിലാലെ. അയാൾ പറഞ്ഞു നിർത്തിയതും ഗേറ്റ് കടന്ന ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. ഇരുവരും അവിടേക്ക് തിരിഞ്ഞു. പോർച്ചിന് മുന്നിൽ ജീപ്പ് നിർത്തിയിട്ട് തിടുക്കത്തിൽ SI അലക്സ് ബെഞ്ചമിൻ പുൽത്തകിടിയിലൂടെ നടന്നു വരുന്നു. എന്തായി അലക്സേ? ശ്രീനിവാസൻ അയാളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. ഒന്നുമായില്ല സാർ. ചാന്നാർ വഴങ്ങിയില്ല. വണ്ടികളുടെയെല്ലാം കാറ്റഴിച്ചു വിട്ടു. ഹരിപ്പാട് ഭാഗത്തു നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ കായംകുളം ഭാഗത്തേക്ക് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ഒച്ചയാണെന്നപ്പോൾ അലക്സ് ബെഞ്ചമിൻ ബാക്കി പറഞ്ഞു. സേനാപതി സാറിനെയും അവിടെ പിടിച്ചു വച്ചിരിക്കുക. ചാനലുകാരും പത്രക്കാരുമെല്ലാം എത്തിയപ്പോൾ ഞാൻ മാറി. ശ്രീനിവാസനും ഹരിലാലും പരസ്പരം നോക്കി. കാര്യം പിടിവിട്ടു പോയിരിക്കുന്നു. ഈ രാത്രിയിൽ ഒരിക്കലും ചാന്നാർ ഇടപെടുമെന്ന് സങ്കല്പിച്ചിരുന്നില്ല. ശ്രീനിവാസൻ എഴുന്നേറ്റു. പുൽത്തകടിയിൽ ഇടയ്ക്കിടെ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളെ നോക്കി 2 ചാൽ നടന്നു. പിന്നെ പെട്ടെന്ന് നിന്നു. അലക്സേ സാർ. അയാൾ കയ്യിലിരുന്ന മദ്യക്കുപ്പി പെട്ടെന്ന് ടീപ്പോയിൽ വെച്ചു. പത്രക്കാരും ചാനലുകാരും എല്ലാ ദൃശ്യങ്ങളും ഒപ്പിയെടുത്താലും വേണ്ടില്ല. ആ ടോറസുകളും JCBകളും അവിടെ നിന്ന് മാറ്റണം. പക്ഷേ ടയറുകളിൽ കാറ്റില്ലാതെ. അലക്സ് ബെഞ്ചമിൻ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ശ്രീനിവാസൻ. അതിനൊക്കെ മാർഗം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ചാന്നാർ പ്രാണൻ വാരി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടണം. അവിടെ ഒരു കൊലപാതകം നടക്കണം. അലക്സ് ബെഞ്ചമിനും ഹരിലാലിനും ഒന്നും മനസ്സിലായില്ല. ശ്രീനിവാസൻ തിരികെ വന്ന് കസേരയിലിരുന്നു. ഹരിലാലേ, ഓരോന്നൊഴിക്കേ. വില്ലേജ് ഓഫീസർ 3 ഗ്ലാസുകളിൽ പിനാക്കിൽ വോഡ്ക പകർന്ന് നാരങ്ങ നീര് കലർത്തി. ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് ശ്രീനിവാസൻ ശബ്ദം താഴ്ത്തി. അവരുടെ മുഖത്ത് അവിശ്വസനീയത മിന്നി. ശ്രീനിവാസൻ പറഞ്ഞു നിർത്തിയതിങ്ങനെ. പിന്നെ ചാന്നാരെ താൻ തന്നെ കസ്റ്റഡിയിലെടുക്കണം അലക്സേ. തൻ്റെ സ്റ്റേഷനിലെ ലോക്കപ്പിലിടണം. ഇതൊക്കെ SIക്ക് അത് കേട്ടിട്ട് ആത്മവിശ്വാസം തോന്നിയില്ല. നടത്തണം. ഞാൻ പറഞ്ഞതുപോലെ മാത്രം ചെയ്യുക സാർ. അലക്സ് ബെഞ്ചമിൻ പുതിയൊരു ആവേശം ഉൾക്കൊണ്ട് പിടഞ്ഞുണർന്ന് ചാടി എഴുന്നേറ്റു. ഇനി ഞാൻ വിശ്വരൂപനെ കാണുന്നത് സെല്ലിൽ വച്ചായിരിക്കണം പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ഫോണെടുത്ത് ആർക്കോ ഒരു കോൾ അയച്ചു. വലിയ എഴുതിക്കൽ. 2 മണിക്കൂറിന് ശേഷം. കാറ്റഴിച്ചുവിട്ട ടോറസ് ലോറികൾക്കും JCBകൾക്കും കാവൽ നിൽക്കുകയായിരുന്നു വിശ്വരൂപൻ ചാന്നാരും നാട്ടുകാരും. കടലിൽ നിന്ന് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അകലെ റാന്തൽ വിളക്കുകളുടെ വെളിച്ചം പോലെ നിരനിരയായി ബോട്ടുകളിലെ പ്രകാശം. മീഡിയക്കാർ പോയി കഴിഞ്ഞിരുന്നു. തളർച്ചയോടെ ദേവസേനാപതി തൻ്റെ ജഗ്വാർ XF കാറിൽ ഇരിക്കുകയാണ്. പൊടുന്നനെ ചാന്നാരുടെ ഫോൺ റിങ് ചെയ്തു. അയാൾ അതെടുത്തു. അപ്പുറത്ത് ക്ഷിപ്രയാണെന്ന് കണ്ടു. ചാന്നാർ ഫോൺ കാതിലമർത്തി. എന്താ മോളെ? കടൽക്കാറ്റിൻ്റെ ചൂളം വിളിക്കൊപ്പം കേട്ടത് ഒരു നിലവിളി. അച്ഛാ മോളെ. ചാന്നാരുടെ ഇടനെഞ്ച് കുടുങ്ങി. എന്താടി? 2 കൈയും ഇല്ലാത്തൊരു ഭയങ്കരൻ. അയാൾ എന്നെ കൊല്ലും. ചാന്നാർ കിടുങ്ങി. 2 കൈയും ഇല്ലാത്തവൻ. ടൈറ്റാനിക് ബാബു. ശക്തമായി വാതിലിൽ പ്രഹരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഫോണിലൂടെ മുറിഞ്ഞു വീണു. ഞാൻ വരുന്നു മോളെ. ചാന്നാർ തൻ്റെ സ്കോർപിയോയ്ക്ക് നേരെ കുതിച്ചു. കാറ്റിൻ്റെ വേഗത്തിൽ. ജനത്തിനൊന്നും പിടികിട്ടിയില്ല. അവരുടെ ഉദ്യോഗത്തിനിടയിൽ സ്കോർപിയോ ശരവേഗത്തിൽ പാഞ്ഞു. വിശ്വരൂപൻ ചാന്നാരുടെ ബംഗ്ലാവ്. ഉദയാസ്തമയം. അകത്തെ മുറിയിലുണ്ടായിരുന്ന ക്ഷിപ്ര. പൂക്കുല പോലെ വിറച്ചുകൊണ്ട് അവൾ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അടച്ചു കുറ്റിയിട്ടിരിക്കുന്ന വാതിലിൽ കൈകളില്ലാത്ത മനുഷ്യൻ ആഞ്ഞാഞ്ഞു ചവിട്ടുന്നു. ആ ശബ്ദം ബംഗ്ലാവിനെ ആകെ കുലുക്കുന്നത് പോലെ തോന്നി. ഇനി ഏതു നിമിഷവും വിജാഗിരികൾ ഇളകിപ്പറഞ്ഞ് കതക് അകത്തേക്ക് വീണേക്കാം. തൻ്റെ നെഞ്ചിരിപ്പ് ക്ഷിപ്ര കേട്ടു. ആ മനുഷ്യൻ്റെ കൈകൾ അറ്റുപോയ ഭാഗത്ത് ബാൻഡേജ് ചെയ്തിരിക്കുകയാണെന്ന് ക്ഷിപ്ര ഓർത്തു. അയാൾ എങ്ങനെ അകത്തെത്തിയെന്നാണ് അവൾക്ക് മനസ്സിലാകാത്തത്. വേലക്കാരി അശ്വതി ഇവിടെ കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് നേരത്തെ പോയിരുന്നു. പൂമുഖത്തിരുന്ന അച്ഛൻ പെട്ടെന്ന് അകത്തേക്ക് വന്നത് പോയതും താൻ അറിഞ്ഞതാണ്. അപ്പോൾ തന്നെ ചെന്ന് മുൻവാതിൽ അടച്ചതുമാണ്. പിന്നെ എങ്ങനെ ഇയാൾ? സിറ്റിംഗ് റൂമിൽ അച്ഛനെ കാത്തിരുന്ന് അറിയാതെ ഒന്ന് കണ്ണടച്ച് പോയതായിരുന്നു താൻ. കണ്ണു തുറക്കുമ്പോൾ കണ്ടത് മുന്നിൽ കത്തുന്ന മുഖം. വെറ്റില ചവച്ചതുപോലെയോ ചോര തുപ്പുന്നതുപോലെയോ ചുവന്ന ചുണ്ടും പല്ലും നാവും. അയാൾ കാലുയർത്തി തൻ്റെ കഴുത്തിൽ ചവിട്ടാൻ ഭാവിക്കുകയായിരുന്നു. എഴുന്നേറ്റ് ഓടാനുള്ള ശക്തി അപ്പോഴേക്കും കിട്ടി. ഓടി വന്ന് ഈ മുറിയിൽ കയറി വാതിലടച്ചു. അയാൾക്ക് കൈകളുണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ പിടിച്ചേനെ. ഗറില്ലയെ പോലെ അയാൾ പിന്നിലുണ്ടായിരുന്നു. അച്ഛൻ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. അപ്പോൾ വാതിലിൽ ചവിട്ടുന്നതിനൊപ്പം അലർച്ചയും കേട്ടു. വാതിൽ തുറന്നാലും ഇല്ലെങ്കിലും നിന്റെ അന്ത്യം അടുത്തെത്തി കഴിഞ്ഞു. വാതിൽ തുറന്നാൽ അധികം നോവിക്കാതെ ഞാൻ കൊല്ലാം. അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ടിരിക്കും നിന്റെ മരണം. അയാൾ അലറി. ഒന്നുറക്കെ കരയാൻ പോലും അശക്തയായിരുന്നു ക്ഷിപ്ര. അടുത്ത ചവിട്ടിന് വാതിലിൻ്റെ വിജാഗിരികളിൽ ഒന്ന് ഇളകുന്നത് അവൾ കണ്ടു.
ക്ഷിപ്രയുടെ കണ്ണുകൾ വട്ടം ചുറ്റി. ബാത്റൂം അല്ലാതെ ഒളിക്കാൻ മറ്റൊന്നില്ല. അടുത്ത നിമിഷം വാതിൽപ്പാളി ഭയാനകമായ ശബ്ദത്തോടെ തകർന്നു വീണു. ക്ഷിപ്രയുടെ കണ്ണു തള്ളി. ക്രൂരമായ ചിരിയോടെ അയാൾ അകത്തേക്ക് വരുന്നു. കൈകളിലെ ബാൻഡേജുകളിൽ ചോര പൊടിയുന്നു. മിന്നൽ വേഗത്തിൽ ടൈറ്റാനിക് ബാബു അവളുടെ അടുത്തെത്തി. കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാലിന് പോലും എൻ്റെ ഇരയെ രക്ഷിക്കാൻ കഴിയത്തില്ലടി. അയാൾ അവളെ അടിമുടി നോക്കി. നീ കൊള്ളായിരുന്നു. ബാബു നാവ് നീട്ടി ചുടി നനച്ചു. പക്ഷേ സമയമില്ല. അല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ച് കൊതി തീർത്തിട്ടേ ഞാൻ കൊല്ലത്തുള്ളായിരുന്നു. നിങ്ങളാരാ? എന്തിനാ എന്നെ? ക്ഷിപ്രയുടെ ചോദ്യം പകുതിക്ക് മുറിഞ്ഞു. അത്രയേ നാവനങ്ങിയുള്ളൂ. ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരമില്ലടി. ഒന്ന് മാത്രം പറയാം. എൻ്റെ ഈ കൈകളുണ്ടല്ലോ, അത് എടുത്തത് നിന്റെ തന്തയാ. മരിക്കും മുമ്പ് നീ അറിയേണ്ടത് അത്രമാത്രം. ക്ഷിപ്രയ്ക്ക് പിടികിട്ടിയില്ല. അപ്പോൾ നീ പോ, 5 തിര അടുത്തേക്ക്, അങ്ങ് നരകത്തിലെ. അയാൾ ഒരു ചൂട് കൂടി മുന്നോട്ട് വച്ചു. മുറി മുഴുവൻ മദ്യക്കുപ്പി വീണ് ചിതറിയതുപോലെയുള്ള രൂക്ഷഗന്ധം. ക്ഷിപ്ര ഭിത്തിയിൽ തപ്പിപ്പിടിച്ച് ഒരു വശത്തേക്ക് ഇഴഞ്ഞു മാറാൻ തുടങ്ങി. എന്നെ കൊല്ലരുത്, അവൾ വല്ലവിധേനയും കെഞ്ചി. അപേക്ഷ. അയാൾ അലർച്ചിരിച്ചു. ജീവിതത്തിൽ എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം, പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ. അയാൾ കാലുയർത്തി ഭിത്തിയിൽ വെച്ച് അവളുടെ വഴി തടഞ്ഞു. ക്ഷിപ്ര മറുഭാഗത്തേക്ക് തെന്നിമാറി. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇനി ഏതാനും നിമിഷങ്ങളെ ഉള്ളെന്ന തിരിച്ചറിവോടെ. പക്ഷേ അവിടെയും അയാൾ പിന്നാലെ ചെന്നു. ക്ഷിപ്ര തകർന്ന വാതിലിനടുത്തേക്ക് പാഞ്ഞു. തൊട്ടു പിന്നാലെ ബാബുവും. അയാൾ അവളുടെ കാലിൽ തട്ടി. അവൾ കമിഴ്ന്നു വീണു. ബാബു അവളുടെ കഴുത്തിന് കുറുകെ ചവിട്ടാൻ കാലുയർത്തി. ഒറ്റ ചവിട്ടിന് കഴുത്തൊടിയുമെന്ന് അയാൾക്കറിയാം. എന്നാൽ കാലും കഴുത്തും തമ്മിൽ ഒരടി അകലത്തിലെത്തിയപ്പോൾ ഭിത്തിയുടെ മറുപുറത്ത് പറ്റിച്ചേർന്നതുപോലെ നിന്നിരുന്ന ഒരു മനുഷ്യൻ ശക്തിയിൽ അകത്തേക്ക് കത്തിവീശി. ആ അലർച്ചയോടെ ഒരു നിമിഷം ബാബു നിശ്ചലനായി. ശൂന്യതയിൽ വെച്ച് ആരോ കെട്ടി വരുന്നതുപോലെ. ബാബു പുളഞ്ഞു. നെഞ്ചിനു മധ്യത്തിൽ വയറിനു മുകളിലായി പിടിവരെ ഇറങ്ങിയിരിക്കുന്ന ഒരു കത്തി. പെട്ടെന്ന് മറച്ചു കെട്ടിയ ഒരു മുഖം അയാളുടെ മുന്നിലേക്ക് വന്നു. തിളങ്ങുന്ന 2 കണ്ണുകൾ മാത്രം ബാബു കണ്ടു. കത്തി വലിച്ചൂരി തുടരെ 4-5 കുത്തുകൂടി. ബാബുവിൻ്റെ അലർച്ചയിൽ ഉദയാസ്തമയം കിടുങ്ങി. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ ബാബുവിൻ്റെ നെഞ്ചിൽ കൈ അമർത്തി പിന്നോട്ട് തള്ളി. കത്തി ഊരിപ്പോന്നു. ഒരു വൃക്ഷം കടപുഴകി വീഴുന്നതുപോലെ ബാബു മലർന്നു വീണു. ബാബുവിനെ കുത്തിയ മനുഷ്യൻ പെട്ടെന്ന് കുനിഞ്ഞു. രക്തം പുരണ്ട കത്തി അവളുടെ കയ്യിൽ ബലമായി പിടിപ്പിച്ചു. പിന്നെ കാലുകൾ ചിറകുകളാക്കി വെളിയിലേക്ക് ഓടി. ഉദയാസ്തമയത്തിൻ്റെ ഗേറ്റ് കടന്ന് സ്കോർപിയോയിൽ പാഞ്ഞു വന്ന വിശ്വരൂപൻ ചാന്നാർ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കണ്ടത് കിഴക്കേ പൂമുഖത്തുകൂടി ഒരുവൻ കായലിന് നേരെ ഓടുന്നതാണ്. ചാന്നാർ വണ്ടി അയാൾക്ക് നേരെ വിട്ടു. അടുത്ത നിമിഷം ആ മനുഷ്യൻ അരമതിലിന് മുകളിലേക്ക് കുതിച്ചു കയറി. പിന്നെ കായലിലേക്ക് ചാടി. ചാന്നാർ വണ്ടി ബ്രേക്കിട്ട് അവിടേക്ക് കുതിച്ചു. കായൽ നടുവിൽ ഒരു സ്പീഡ് ബോട്ട് കിടക്കുന്നത് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ കണ്ടു. അതിൽ കാത്തിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ബോട്ട് സ്റ്റാർട്ടാക്കി. നീന്തി ചെന്നവനെ വലിച്ചതിൽ കയറ്റി. തുടർന്ന് വെളുത്ത പതയുടെ ഒരു ചന്ദ്രക്കല സൃഷ്ടിച്ചുകൊണ്ട് ജലപ്പരപ്പിൽ ബോട്ട് വട്ടം തിരിഞ്ഞ് അഴിമുഖത്തേക്ക് പ്രകാശവേഗത്തിൽ പാഞ്ഞുപോയി. ഒട്ടും സമയം കളയാതെ ചാന്നാർ ബംഗ്ലാവിലേക്ക് തിരിച്ചോടി. അകത്തെ കാഴ്ച. കാൽപാദങ്ങൾ പശയിൽ പതിഞ്ഞതുപോലെ ചാന്നാർ ഒരു മാത്രം നിന്നു. ചോരയൊലിക്കുന്ന കത്തിയുമായി എഴുന്നേൽക്കുന്ന ക്ഷിപ്രി. അവൾക്ക് പിന്നിൽ ബാബുവിൻ്റെ നിശ്ചല ശരീരം. മോളെ! ചാന്നാരുടെ ശബ്ദം പ്രകമ്പനം കൊണ്ടു. ഞെട്ടിയതുപോലെ ക്ഷിപ്ര കത്തിയിലെ പിടിവിട്ടു. അത് താഴെ വീണു കിലുങ്ങി. ഞാനല്ല ചാ, അവൾ വിലപിച്ചു. കാര്യം പിടികിട്ടാൻ ചാന്നാർക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു. അതിനിടെ ക്ഷിപ്ര ചിലത് പറയുകയും ചെയ്തു. ചതിയാണ്, ചാന്നാർ ഉറപ്പിച്ചു. അയാൾ ചുറ്റും നോക്കി. പിന്നെ തിടക്കപ്പെട്ടു ഫോണെടുത്ത് മണവാളിൻ്റെ നമ്പറിൽ കുത്തി. നീ എവിടാടാ? വീട്ടിലുണ്ട്. കരിമണൽ ലോബി വന്നതറിഞ്ഞ് അങ്ങോട്ട് വരാൻ തുടങ്ങുക. മണവാളിൻ്റെ ശബ്ദം. എന്നാൽ നീ വരേണ്ടത് എൻ്റെ വീടിന് മുന്നിലേക്കാ. ഒരു വള്ളത്തിൽ 5 മിനിറ്റിനുള്ളിൽ. ചാന്നാരുടെ ശ്വാസഗതിയേറി. ദാ ഞാനിപ്പം എത്തും അങ്ങത്തെ. ചാന്നാർ വെട്ടിത്തിരിഞ്ഞു. മോള് വേഗം പോയി കയ്യിലെ ചോര കഴുകിക്കളാ. പിന്നെ ചോരപുരണ്ട വസ്ത്രങ്ങൾ. മറ്റൊന്നും ചിന്തിക്കണ്ട. അതുകൊണ്ട് പോയി റഷ്മോളുടെ ചിതയിലിട്ടേര്. അച്ഛാ അത്? ക്ഷിപ്ര അന്താളിച്ചു. വേണം. ഉറച്ചതായിരുന്നു ചാന്നാരുടെ ശബ്ദം. അതിലെ ഗൗരവത്തിൽ നിന്ന് ക്ഷിപ്രയ്ക്ക് അപകടം മണത്തു. അവൾ പിൻവാങ്ങി. ചാന്നാർ ബാബുവിൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ചോരയൊഴുക്ക് നിലച്ചിട്ടില്ല. അയാൾ ചത്താലും ഇല്ലെങ്കിലും ഇപ്പോൾ മാർഗം ഒന്നേയുള്ളൂ. അയാൾ കുതിച്ചു ചെന്ന് രക്തം ക്ലോട്ടാകാനുള്ള സ്പ്രേയുമായി വന്നു. ബാബുവിൻ്റെ നെഞ്ചിലേക്ക് അത് സ്പ്രേ ചെയ്തു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ റിമോട്ട് എടുത്തുകൊണ്ടുപോയി ജനാലയിലൂടെ ഗേറ്റിലേക്ക് ചൂണ്ടി പ്രസ് ചെയ്തു. ഗേറ്റ് ഇരുവശത്തു നിന്നും ഓടി വന്ന് ചേർന്നു. ചാന്നാർ ബാബുവിൻ്റെ ബോഡിക്കരികിൽ മടങ്ങിയെത്തി. അപ്പോഴേക്കും ക്ഷിപ്ര തൻ്റെ ചോരപുരണ്ട വസ്ത്രങ്ങൾ രശ്മയുടെ ചിതയിൽ നിക്ഷേപിച്ചിരുന്നു. ചാന്നാർ ഒരു പുതിയ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ടുവന്നു. അതിൽ ബാബുവിൻ്റെ ശരീരം പൊതിഞ്ഞു. തറയിൽ ചിതറിയ ചോര മറ്റൊരു തുണി കൊണ്ട് തുടച്ചെടുത്ത് ഷീറ്റിനടിയിൽ തിരുകി. ചോര പുരണ്ട കത്തിയോ? തുടർന്ന് ക്ഷിപ്രയോട് നിർദ്ദേശിച്ചു. മോളെ, അധികം വെള്ളത്തിൽ മുക്കാതെ തുണി കൊണ്ട് ഇവിടെ തുടയ്ക്കണം. പിന്നെ സ്റ്റോർ റൂമിൽ കുന്തിരിക്കം ഇരിപ്പുണ്ട്, അത് കുറച്ചെടുത്ത് കത്തിക്കണം വേഗം. ചാന്നാർ കുനിഞ്ഞ് ബാബുവിൻ്റെ പൊതിഞ്ഞു കെട്ടിയ ശരീരം കൈ മടക്കുകളിൽ ഉയർത്തി പുറത്തേക്ക് കൊണ്ടുപോയി. ബ്ലഡ് ക്ലോട്ടായതുകൊണ്ട് മറ്റൊരിടത്തും വീഴില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കായലിൽ മണവാളൻ വള്ളവുമായി എത്തിയിരുന്നു. ചാന്നാർ ശവം അതിലേക്കിട്ടു. വള്ളം വല്ലാതെ ഒലഞ്ഞു. അങ്ങത്തെ
മണവാളൻ എന്തോ ചോദിക്കാനാഞ്ഞു. ഒക്കെ പിന്നെ പറയാം, നീ വേഗം ഇവിടെ നിന്ന് മാറിക്കോ. പിന്നെ പോലീസോ മറ്റോ പിന്നാലെ വന്നാൽ നീ വെള്ളത്തിൽ മുങ്ങിയേക്കണം. ഞാൻ വിളിക്കാം. ഏറ്റവും അകത്തെ. മണവാളൻ വള്ളം തുഴഞ്ഞുപോയി. ചാന്നാർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ തിരിച്ചെത്തിയപ്പോഴേക്കും ക്ഷിപ്ര തറ വൃത്തിയാക്കിയിട്ട് കുന്തിരിക്കം കത്തിച്ചു വച്ചിരുന്നു. പച്ചച്ചോരയുടെ ഗന്ധമകന്നു. ആ ക്ഷണം ഗേറ്റിനു വെളിയിൽ ചില വാഹനങ്ങൾ ഇരച്ചു വന്നു നിന്നു. അവ നിർത്താതെ ഹോണടിക്കാൻ തുടങ്ങി. ചാന്നാരുടെ കണ്ണുകൾ തിളങ്ങി. മോള് പോയി കിടന്നോ? വന്നത് പോലീസാ. അവൾ ഞെട്ടി. ചാന്നാർ തുടർന്നു. അവരെന്തെങ്കിലും ചോദിച്ചാൽ നിനക്കൊന്നും അറിയില്ല, അത്രമാത്രം. ക്ഷിപ്ര പേടിയോടെ അച്ഛനെ നോക്കി. ഈ വാതിൽ പൊളിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ? വിശ്വരൂപൻ ചാന്നാരുടെ മുഖം ചുളിഞ്ഞു. അച്ഛൻ ചവിട്ടി പൊളിച്ചതാണെന്ന് പറ. റഷ്മ മരിച്ച കാര്യം പറഞ്ഞ് നീയും ഞാനുമായി വഴക്കുണ്ടായി എന്ന് പറയണം. എൻ്റെ വിവാഹമാണ് അതിന് കാരണമായതെന്ന് പറഞ്ഞ് നീ അകത്ത് കയറി വാതിലടച്ചെന്നും ഞാൻ ചവിട്ടി പൊളിച്ചെന്നും പറഞ്ഞാൽ മതി. ക്ഷിപ്ര തലയാട്ടി. അപ്പോൾ ചാന്നാർ മെല്ലെ പടിഞ്ഞാറേ ഭാഗത്തെ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. റിമോട്ട് കൊണ്ട് ഗേറ്റ് തുറന്നു. 2 പോലീസ് ജീപ്പുകൾ അകത്തെത്തി. അതിൽ നിന്ന് SI അലക്സ് ബെഞ്ചമിനും പോലീസുകാരും ചാടിയിറങ്ങി. ചാന്നാർ അമ്പരപ്പ് ഭാവിച്ചു. എന്താ അലക്സേ, പോലീസ് പടയുമായിട്ട്? പറയാം, ഈ നാട്ടിലെ ഒരു പ്രമാണിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമല്ലോ. അയാളൊരു കവർ നീട്ടി. സെർച്ച് വാറണ്ട്. ചാന്നാർ ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ അത് വാങ്ങി. അലക്സ് ബെഞ്ചമിൻ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. സെർച്ച്. അവർ ഇര പിടിക്കാൻ എന്നവണ്ണം അകത്തേക്ക് കുതിച്ചു. കാര്യം പറഞ്ഞില്ല സാറേ. അയാൾ കവറിനുള്ളിലെ പേപ്പർ നോക്കിയതുകൂടിയില്ല. കാണാൻ പോകുമല്ലേ അങ്ങത്തെ പൂരം? അലക്സ് ബെഞ്ചമിൻ ചിരിച്ചു. ഈ നേരം വലിയഴീക്കൽ കരിമണൽ ലോറികൾക്ക് കാവൽ നിന്ന മെമ്പർ കൃഷ്ണനും നാട്ടുകാരും അപ്പോഴും അമ്പരപ്പിലായിരുന്നു. അങ്ങത്ത് പെട്ടെന്ന് പോയതെന്തിനാ? പിന്നാലെ 2 പോലീസ് ജീപ്പുകൾ കൂടി ആ വഴിക്ക് പോയപ്പോൾ അവർക്ക് സന്ദേഹമേറി. നമുക്കൊന്ന് പോയി നോക്കിയാലോ മെമ്പറെ? ഒരാൾ തിരക്കി. നമ്മൾ പോയാൽ ഇവർ ലോറികളുമായി കിടക്കും. കാറ്റില്ലാതെയോ? ശരിയാണ്, എന്നാലും വേണ്ട. അത്യാവശ്യമുണ്ടെങ്കിൽ അങ്ങത്ത് നമ്മളെ വിളിക്കും. മെമ്പർ പറഞ്ഞു നിർത്തിയ നിമിഷം ഒരു ടോറസ് ലോറി കൂടി അവിടെ പാഞ്ഞെത്തി. അതിൻ്റെ ബ്രേക്കിട്ട ഒച്ചയിൽ അവർ കിടുങ്ങി. ദേവസേനാപതിയുടെ ഉള്ളം കുളിർത്തു. ലോറിയിൽ നിന്ന് 50ഓളം വരുന്ന ആളുകൾ ആയുധങ്ങളുമായി കരിമണലിലേക്ക് എടുത്തു ചാടി. ജീവൻ വേണ്ട മക്കളുണ്ടെങ്കിൽ ഓടിക്കോടാ. ആക്രോശത്തിന് മുന്നിൽ ജനം പതറി. അവർക്ക് മുന്നിൽ ചാന്നാരെ പോലെ എതിർത്ത് നിൽക്കാൻ ആളില്ല. അവർ ചിതറിയോടി. ലോറിയിൽ 2 കംപ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഒരാൾ അവയുടെ നീണ്ട വയറുകളിൽ കൊളുത്തുണ്ടാക്കി തലയ്ക്ക് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ചു. തുടർന്ന് കംപ്രസ്സുകൾ സ്റ്റാർട്ടാക്കി. നിമിഷവേഗത്തിൽ അവർ ടോറസുകളുടെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കാൻ തുടങ്ങി. വേഗം വേണം, ദേവസേനാപതി പ്രോത്സാഹിപ്പിച്ചു. കാറ്റ് നിറച്ച ടോറസുകൾ അതിവേഗം അവിടെ നിന്ന് നീങ്ങിത്തിറങ്ങി. JCBകളും ഒപ്പം പോയി. 15 മിനിറ്റ്. മൊത്തം ലോറികളും പോയി. ഇലക്ട്രോണിക് ലൈനുകളിൽ നിന്ന് വയറുകൾ വലിച്ചെടുത്ത് അവസാനം വന്ന ലോറിയും ദേവസേനാപതിയുടെ ജഗ്വാർ എക്സ്പ്രസ് XFും പോയി. ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെയായി. ഉദയാസ്തമയത്തിനുള്ളിൽ നിന്ന് പോലീസുകാർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്നും കണ്ടില്ല സാർ, അവർ പറഞ്ഞപ്പോൾ അലക്സ് ബെഞ്ചമിൻ സംശയത്തോടെ വിശ്വരൂപൻ ചാന്നാരെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. പുറകെ ചാന്നാരും. അലക്സ് ഇതുവരെ കാര്യം പറഞ്ഞില്ല, ചാന്നാർ ഓർമ്മപ്പെടുത്തി. ടൈറ്റാനിക് ബാബു ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു കളഞ്ഞു. SI പറഞ്ഞപ്പോൾ ചാന്നാർ അമ്പരപ്പ് ഭാവിച്ചു. അതിന് ഇവിടെ തിരയേണ്ട കാര്യം എന്താ അലക്സേ? അവൻ ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ ഇവിടേക്ക് വരാനാണല്ലോ സാധ്യത. ബെഞ്ചമിൻ ഒളിയം പെയ്തു. ഓ അങ്ങനെ. SI എല്ലായിടവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്താ ഇവിടെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം? മരണം നടന്ന വീട്ടിൽ പിന്നെ ആട്ടിറച്ചിയുടെ മണം വരുമോ അലക്സേ? കവിളടക്കോ ഒന്ന് കിട്ടിയതുപോലെ തോന്നി അലക്സ് ബെഞ്ചമിന്. അവിടെ ക്ഷിപ്ര പതറി നിൽപ്പുണ്ടായിരുന്നു. എന്താ മോളെ? ചാന്നാർ ഒന്നും അറിയാത്തതായി ഭാവിച്ചു. കുറച്ച് പോലീസുകാർ വന്ന് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു വച്ചാ, ഒരുത്തനെ കൊന്നത് ആരാണെന്നൊക്കെ. അലക്സ്. ചാന്നാർ അയാൾക്ക് നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു. പക്ഷേ അതിനിടയിൽ ബെഞ്ചമിൻ അടർന്നു കിടക്കുന്ന വാതിൽ കണ്ടു. ആരാ ഇത് ചെയ്തത്? ഞാൻ, ചാന്നാർ പറഞ്ഞു. എന്തിന്? അതിനുത്തരം പറഞ്ഞത് ക്ഷിപ്രയാണ്. ചാന്നാർ നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ. ബെഞ്ചമിൻ തലയാട്ടി. രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ചാന്നാർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. തിരികെ പുറത്തേക്ക് SIക്കൊപ്പം അയാളും ചെന്നു. അലക്സേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? SI നിന്നു. ഇനി ടൈറ്റാനിക് ബാബുവിനെ കൊന്ന് ജീപ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ എങ്ങനെ ഇട്ടിട്ടുണ്ടോ? രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അലക്സ് ബെഞ്ചമിൻ്റെ മറുപടി. പോലീസ് ജീപ്പുകൾ പുറത്തേക്ക് പോകുന്ന അവസരത്തിലാണ് മെമ്പർ കൃഷ്ണനും മറ്റും ഓടിക്കതച്ചെത്തിയത്. അങ്ങത്തെ അവരെല്ലാം കൊണ്ടുപോയി, ലോറികളും JCBയും. ചാന്നാർ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഒന്നും മിണ്ടാതെ. പിന്നെ പിറുപിറുത്തു. ഇനിയും വരും കൃഷ്ണാവസരങ്ങൾ. ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, ആരംഭമാണ്. ചേപ്പാട് SIയുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു MLA ശ്രീനിവാസനും വില്ലേജ് ഓഫീസർ ഹരിലാലും. എന്നാൽ ഫോണിലൂടെ എത്തിയ മെസ്സേജ് ശ്രീനിവാസനെ ദേഷ്യം പിടിപ്പിച്ചു. മുന്നിലിരുന്ന ടീപ്പോയിൽ അയാൾ ഒറ്റച്ചവിട്ട്. മദ്യക്കുപ്പിയും ഗ്ലാസുകളും പുൽത്തകിടിയിൽ ചിതറി. സ്റ്റുപ്പിഡ്, താൻ എന്ത് വർത്തമാനമായി പറയുന്നത്? അവനെ കൊന്ന് അവിടെ ഇട്ടതല്ലേ? എന്നിട്ടിപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകാൻ ബാബു എന്താ പുകയാണോ? അയാൾ ചാടി എഴുന്നേറ്റ് ചീറി. തപ്പണം വലിയ അഴീക്കിൽ നിന്ന് പോകുന്ന സകല വാഹനങ്ങളും.
ഇങ്ങോട്ടൊന്നും കേൾക്കാൻ നിൽക്കാതെ ശ്രീനിവാസൻ കാൾ കട്ട് ചെയ്തു. കാര്യം നടന്നില്ലേ സാർ? ഹരിലാലിന് ഉൾക്കണ്ട. ഒന്നിനും കഴിവില്ലാത്ത കിഴങ്ങൻ. ഇവരെയൊന്നും പോലീസിൽ വച്ചുകൊണ്ടിരിക്കരുത്. ബാബുവിൻ്റെ ശവം ആവിയായിപ്പോയി പോലും. ഹരിലാൽ മിഴിച്ചു നിന്നു. ചാന്നാരെ കുരുക്കാനായില്ല. താനിനി പോയിക്കോ പറഞ്ഞിട്ട് ശ്രീനിവാസന് അകത്തേക്ക് പോയി. രാവിലെ ഭാര്യ ഹേമലത വന്ന് വിളിച്ചപ്പോഴാണ് അയാൾ കണ്ണു തുറന്നത്. വെളുപ്പിന് കിടന്നതിനാൽ കണ്ണുകൾക്ക് വല്ലാത്ത പുളിപ്പ്. എന്താടി? ദേഷ്യം അവളോടായി. ഹേമലതയ്ക്കും കോപം വന്നു. നിയമസഭയിലെ സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കരുത് കേട്ടോ. വേണമെങ്കിൽ മുറ്റത്തേക്ക് ചെന്ന് നോക്ക്. മൊത്തം പോലീസും ചാനലുകാരും പത്രക്കാരുമാ, ഓബിവാൻ ഉൾപ്പെടെ. അവർ കുറേ നേരമായി ബെല്ലടിക്കുക. ഞാൻ തുറന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. അവൾ ഒരു കപ്പ് കാപ്പി അവിടെ വെച്ചിട്ട് പോയി. പോലീസുകാരും മീഡിയക്കാരും. ശ്രീനിവാസന് എന്തോ കുഴപ്പം തോന്നി. അയാൾ മുണ്ടഴിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് ചെന്നു. ശ്രീനിവാസൻ ചെന്ന് വാതിൽ തുറന്നു. ആ ക്ഷണം സിറ്റൗട്ടിൽ നിന്ന് അനേകം ക്യാമറകളുടെ ഫ്ലാഷ് ലൈറ്റുകൾ തുരുതുരെ മിന്നി. വീഡിയോ ക്യാമറകൾ എപ്പോഴേ കണ്ണു തുറന്നിരുന്നു. ശ്രീനിവാസിൻ്റെ പുരികങ്ങൾ വില്ലുപോലെയായി. അയാൾ കൈ ഉയർത്തി. ഏയ്, എന്താ കൊച്ചു വെളുപ്പാൻ കാലത്ത് നിങ്ങൾ ക്യാമറകളുമായി? മനുഷ്യനെ സ്വസ്ഥമായി ഉറങ്ങാനും സമ്മതിക്കില്ലേ? അയാൾ അവരെ മാറി മാറി നോക്കി. സാർ, എപ്പോഴായിരുന്നു സംഭവം? ഒരു ചാനൽ റിപ്പോർട്ടർ തിരക്കി. സംഭവം? എന്ത് സംഭവം? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ശ്രീനിവാസിന് ദേഷ്യം വന്നു. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസ് ക്ലബ്ബിൽ വെച്ചാവും. വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് വെച്ചോ. അതിന് എല്ലാവരും കൂടി ഇങ്ങനെ ചാടിപ്പുറപ്പെട്ട് വരേണ്ട കാര്യമെന്താ? ശ്രീനിവാസൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ക്യാമറ കണ്ണുകൾ പിന്തുടർന്നു. പെട്ടെന്ന് പോലീസ് ഇടപെട്ടു. നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിൽക്കണം. കരിയിലക്കുളങ്ങര SIയും സംഘവും പത്രക്കാരെ ഇരുവശത്തേക്ക് മാറ്റി. ആ വഴിയെ DYSP ചന്ദ്രസേനൻ ശ്രീനിവാസിൻ്റെ മുന്നിലെത്തി. പിന്നാലെ CI അനന്തമൂർത്തിയും. സാർ, ചന്ദ്രസേനൻ സംസാരിച്ചു. ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നുവെന്ന് അനോണിമസ് കോൾ കിട്ടി. ഞങ്ങൾക്ക് മാത്രമല്ല, പ്രസ് ക്ലബ്ബിലും. താങ്കളെ പലവട്ടം വിളിച്ചു നോക്കി. സെൽഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കൊലപാതകമോ? ശ്രീനിവാസൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ ജീവനോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടില്ലേ? സോറി സാർ. ചന്ദ്രസേനൻ അനന്തമൂർത്തിയെ ഇടം കണ്ടിട്ടൊന്ന് നോക്കിയിട്ട് തുടർന്നു. താങ്കൾ മരിച്ചെന്നല്ല, താങ്കൾ കൊന്നെന്നായിരുന്നു കാൾ. കിടുങ്ങിപ്പോയി ശ്രീനിവാസൻ. ഞാനോ? യെസ് സാർ. ടൈറ്റാനിക് ബാബു വിശ്വരൂപൻ ചാന്നാരുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ട കാര്യം MLA ഓർത്തു. അതിൻ്റെ പിന്നിൽ തൻ്റെ കരങ്ങളുണ്ടെന്ന് ചിലരൊക്കെ സംശയിക്കുന്നതായി അയാൾക്ക് തോന്നി. ഞാൻ ആരെയും കൊന്നിട്ടില്ല ചന്ദ്രസേന. അതല്ലല്ലോ എൻ്റെ പണി. ശ്രീനിവാസൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. സാർ, ചന്ദ്രസേനൻ അറിയിച്ചു. അങ്ങ് സഹകരിച്ചാൽ ഞങ്ങൾക്ക് അന്വേഷണം തുടങ്ങുമായിരുന്നു. പിന്നെന്താ, എനിക്ക് പൂർണ്ണ സമ്മതം. മാത്രമല്ല, ഈ മാധ്യമപ്പടയ്ക്ക് മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ മാത്രം ആവശ്യവുമാണല്ലോ. താങ്ക് യു സാർ. ചന്ദ്രസേനൻ തലതിരിച്ച് അനന്തമൂർത്തിക്ക് നിർദ്ദേശം നൽകി. സെർച്ച്. CI അടക്കമുള്ളവർ വീടിനു ചുറ്റും തിരച്ചിൽ തുടങ്ങി. ശ്രീനിവാസൻ്റെ കണ്ണുകൾ കുറുങ്ങി. നിങ്ങളെന്തിനാ ചന്ദ്രസേന ഇവിടെ തിരയുന്നത്? തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ശബ്ദത്തിൽ അയാളുടെ ഒച്ച പതറി. സാർ, കൊല നടന്നിരിക്കുന്നത് ഇവിടെയാണെന്നാണ് വിവരം. ഇവിടെയോ? ട്രെയിൻ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് പോലെയാണ് ശ്രീനിവാസിന് തോന്നിയത്. എനിക്ക് മനസ്സിലാകുന്നില്ല ചന്ദ്രസേന. ശ്രീനിവാസിൻ്റെ ശബ്ദം മാറി. തനിക്ക് എന്നോട് പഴയൊരു പകയുണ്ട്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഭരണകക്ഷിക്കാരുടെ കൂടെ ചേർന്ന് എന്നെ ഒതുക്കാൻ നോക്കല്ലേ? അത് നടക്കത്തില്ല. ചന്ദ്രസേനൻ ചിരിച്ചു. രാഷ്ട്രീയക്കാരും പോലീസുകാരും തമ്മിൽ മാനസികമായ ഭിന്നതയുണ്ടാകുന്നത് സ്വാഭാവികമാണ് സാർ. പക്ഷേ എനിക്ക് താങ്കളോട് അന്നും ഇന്നും യാതൊരു ശത്രുതയുമില്ല. ചാനൽ ക്യാമറകൾ പോലീസുകാരുടെ പിന്നാലെ നീങ്ങിയിരുന്നു. ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കേ. ശ്രീനിവാസൻ സിറ്റൗട്ടിലെ കസേരയിലിരുന്നു. ആട്ടെ, ഇവിടെ ആരുടെ കൊലപാതകം നടന്നെന്നായിരുന്നു ഫോൺ? അതേക്കുറിച്ച് പറഞ്ഞില്ല സാർ. പക്ഷെ കാൾ വന്നത് ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നാണ്. നടുക്കത്തോടെ MLA തല കുടഞ്ഞു. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ CI അനന്തമൂർത്തിയും കരിയിലക്കുളങ്ങര SIയും കെട്ടിടത്തിന് ചുറ്റും ഒരു വട്ടം പരിശോധിച്ചു. വടക്കുപുറത്ത് പഴയ സാധനങ്ങൾ പെറുക്കിയിടുന്ന ഒരു ഷെഡുണ്ടായിരുന്നു. അവർ അവിടേക്ക് നീങ്ങി. മതിലിന് ചുറ്റും കാര്യമറിയാതെ ജനങ്ങൾ തിങ്ങി തുടങ്ങി. പോലീസ് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അനന്തമൂർത്തിയും സംഘവും ഷെഡിൽ കയറി. വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. അയാൾ കൈയും കൊണ്ട് അതിൽ തള്ളി. വല്ലാത്തൊരു ശബ്ദത്തോടെ വാതിൽപ്പാളി അകത്തേക്ക് നീങ്ങി. അകത്ത് കുറേയേറെ തേങ്ങകൾ കൂട്ടിയിട്ടിരുന്നു. അനന്തമൂർത്തിയുടെ കണ്ണുകൾ ചുറ്റുമൊഴിഞ്ഞു. 2 ജനാലകളുണ്ട് ആ ഷെഡിന്. മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന മാറാലകൾ. സാർ, ഇവിടെയുണ്ട്. തേങ്ങക്കൂട്ടത്തിനരികിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. അനന്തമൂർത്തിയും SIയും അങ്ങോട്ടെടുത്തു. അവിടെ തേങ്ങകൾക്കിടയിലൂടെ ഒരു കാൽപാദം കണ്ടു. വാർത്ത ചന്ദ്രസേനൻ്റെ കാതിലെത്തി. വിവരമറിഞ്ഞ ശ്രീനിവാസിൻ്റെ മുഖത്തെ ചോര ഉൾവലിഞ്ഞു. DYSPക്കൊപ്പം വേവലാതിയോടെ അയാളും ഷെഡിലെത്തി. ശ്രീനിവാസന് തലക്കറങ്ങി. അയാൾ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു. തേങ്ങ മാറ്റ്. ചന്ദ്രസേനൻ്റെ സ്വരം മാറി. പിന്നെ ശ്രീനിവാസിൻ്റെ മുഖത്തേക്ക് ഗൂഢഭാവത്തിലൊന്ന് നോക്കി. ശിലക്കണക്കെ നിശ്ചലനായി ശ്രീനിവാസൻ. പോലീസുകാർ തേങ്ങ മാറ്റി. മുന്നിൽ വളഞ്ഞു കിടക്കുന്ന ഒരു ശവം. അതിന് 2 കൈകളുമില്ലായിരുന്നു. കൊടുവടിക്ക് ശിരസിൽ ഒരു താടന് മേറ്റതുപോലെ തോന്നി ശ്രീനിവാസിന്. ടൈറ്റാനിക് ബാബുവിൻ്റെ ജഡം. ഇതെങ്ങനെ ഇവിടെ വന്നു? ആരോടുന്നില്ലാതെ ശ്രീനിവാസൻ പുലമ്പി. ചാകര കിട്ടിയതുപോലെ ചാനലുകാർ രംഗം പകർത്തി തുടങ്ങി. അപ്പോൾ തന്നെ അത് ജനങ്ങൾക്ക് മുമ്പിൽ ഫ്ലാഷ് ന്യൂസായി എത്തിത്തുടങ്ങി. MLA ശ്രീനിവാസിൻ്റെ വീട്ടിൽ കുപ്രസിദ്ധ കുറ്റവാളിയുടെ ജഡം.
നിയമം അതിൻ്റെ വഴിക്ക് പോകണമെന്നും ആരും കേസിൽ ഇടപെടില്ലെന്നും ചന്ദ്രസേനന് ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ്. വിവരമറിഞ്ഞ ആളുകൾ MLAയുടെ വീടിന് നേർക്ക് ഇരച്ചടക്കുകയാണ്. ചന്ദ്രസേനൻ SIയെ വിവരമറിയിച്ചിട്ട് കൂടുതൽ പോലീസ് ഫോഴ്സിനെ ആവശ്യപ്പെട്ടു. 2 വാൻ നിറയെ പോലീസ് കൂടിയെത്തി. എനിക്കൊന്നും അറിയില്ല ചന്ദ്രസേന. ശ്രീനിവാസൻ ശരിക്കും പതറി. പെട്ടെന്ന് ബാബുവിൻ്റെ പോക്കറ്റിൽ ഒരു കടലാസ് ഇരിക്കുന്നത് ചന്ദ്രസേനൻ കണ്ടു. അയാൾ അതെടുത്ത് നിവർത്തി. 2 വാചകങ്ങൾ മാത്രം. കൊല്ലാൻ തന്നെയാണ് ഞാൻ പോകുന്നത്. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ ജനസമ്മതം തന്നെയായിരിക്കും. കത്തിലെ വാചകങ്ങൾ ശ്രീനിവാസനും കണ്ടു. അയാൾക്ക് മുന്നിൽ പ്രപഞ്ചം കീഴ്മേൽ മറഞ്ഞു. വിശ്വരൂപനെ ഉദ്ദേശിച്ച് തൻ്റെ നിർദ്ദേശാനുസരണമാണ് അങ്ങനെയൊരു കത്തെഴുതി ബാബുവിൻ്റെ പോക്കറ്റിൽ വച്ചത്. കാരണം ബാബുവിൻ്റെ മരണം നേരത്തെ താൻ തീരുമാനിച്ചതാണ്. സാർ, ഞങ്ങൾക്ക് അങ്ങയുടെ വീട് കൂടി പരിശോധിക്കണം. കോടതി ഉത്തരവ് വേണമെങ്കിൽ അത് ഹാജരാക്കാം, ചന്ദ്രസേനൻ അറിയിച്ചു. നിങ്ങൾ പരിശോധിച്ചോളൂ, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ശ്രീനിവാസൻ സമ്മതിച്ചു. പോലീസ് വീടിനുള്ളിലും തിരച്ചിൽ തുടങ്ങി. അവസാനം ശ്രീനിവാസിൻ്റെ കിടക്കമുറിയുടെ മൂലയിൽ നിന്ന് അവർക്കൊരു പ്രധാന തെളിവ് കിട്ടി. ചോര പുരണ്ട കത്തി. എന്താ ഇത്? ഒരു കർച്ചീഫിൽ കത്തി പൊതിഞ്ഞെടുക്കുന്നതിനിടയിൽ ചന്ദ്രസേനൻ തിരക്കി. എനിക്കറിയില്ല. ഹേമലത പരിഭ്രാന്തിയോടെ ശ്രീനിവാസിൻ്റെ അടുത്തെത്തി. എന്താ ചേട്ടാ ഇതല്ല? ശ്രീനിവാസിന് ഉത്തരമില്ലായിരുന്നു. കൊലയാളി MLAയെ അറസ്റ്റ് ചെയ്യുക. മതിലിനപ്പുറത്ത് നിന്ന് ആക്രോശങ്ങൾ കേട്ടു. തൻ്റെ രാഷ്ട്രീയ ഭാവി തകരുന്നത് ശ്രീനിവാസൻ ഭാവനയിൽ കണ്ടു. സാർ, സഹകരിക്കണം. ഞാൻ പറയാതെ ഇനി താങ്കൾ ഫോൺ ചെയ്യുകയോ ഒരിടത്തേക്ക് പോകുകയോ അരുത്, ചന്ദ്രസേനൻ പറഞ്ഞു. അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡ് എത്തി. ടൈറ്റാനിക് ബാബുവിൻ്റെ ബോഡിയിൽ മണം പിടിച്ചിട്ട് പട്ടി ശ്രീനിവാസിൻ്റെ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. തൻ്റെ പതനം പൂർത്തിയാകുകയാണെന്ന് അയാൾ അറിഞ്ഞു. ഇവിടെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയത് ചാനാരാണെന്ന കാര്യത്തിൽ അയാൾക്ക് തർക്കമില്ല. പണി കൊടുത്തിരിക്കും അവന്, ശ്രീനിവാസൻ തീരുമാനിച്ചു. സമയം കഴിയുന്തോറും ശ്രീനിവാസിൻ്റെ അറസ്റ്റിന് വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടി. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് നേർക്ക് പ്രതിഷേധ പ്രകടനം, ലാത്തിച്ചാർജ്. അവസാനം ശ്രീനിവാസിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കാൻ നിയമസഭാ സ്പീക്കർ ഉത്തരവിട്ടു. ചാനലുകളിൽ മാറി മാറി വരുന്ന ദൃശ്യങ്ങളും ന്യൂസുകളും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. അയാളുടെ ചുണ്ടിൽ ഗൂഢമായൊരു മന്ദഹാസം മിന്നി. അവിടേക്ക് വന്ന ക്ഷിപ്ര ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് അച്ഛനെ തുറച്ചു നോക്കി. ഇവിടെ മരിച്ച മനുഷ്യൻ എങ്ങനെയാണ് അച്ഛാ അവിടെ? ചാന്നാർ മകളെ നോക്കി. ഓരോന്നും കിടക്കേണ്ടത് അതിന് അർഹമായ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം മോളെ. ഇപ്പോൾ ആ ശവം കിടക്കുന്നതും അതിന് അവകാശപ്പെട്ടെടുത്ത് തന്നെ. അല്പം ഏതാണ്ടല്ലാതെ ക്ഷിപ്രയ്ക്ക് കൂടുതലൊന്നും പിടികിട്ടിയില്ല. ചാന്നാർ വിഷയം മാറ്റി. മോൾ പോയി ഒരുങ്ങ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ക്ഷിപ്ര പിൻവാങ്ങി. വിശ്വരൂപൻ ചാന്നാർക്ക് ക്രൂരമായ ഒരു ആനന്ദമായിരുന്നു. തന്നെയോ മകളെയോ ഒന്നിച്ചു കൊടുക്കാനും തകർക്കാനും ശ്രീനിവാസൻ രൂപം കൊടുത്ത പദ്ധതി. താൻ അകത്തായി കഴിഞ്ഞാൽ അവന് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കരിമണൽ കടത്താം. ആ ലക്ഷ്യമാണ് പാളിയിരിക്കുന്നത്. എന്നാലും അവൻ അടങ്ങിയിരിക്കില്ല. തലേന്ന് രാത്രി നടന്ന ഓപ്പറേഷൻ ഇത്രയും വിജയമാകുമെന്നും കരുതിയിരുന്നില്ല. അച്ഛാ, ക്ഷിപ്രയുടെ ശബ്ദം കേട്ടപ്പോൾ വിശ്വരൂപൻ ചാന്നാർ ഞെട്ടി ഉണർന്നു. ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവൾ തയ്യാറായിരുന്നു. ചാന്നാർ പിടഞ്ഞെഴുന്നേറ്റു. അടുക്കള ഭാഗം മാത്രം ഒഴിവാക്കി വേലക്കാരി അശ്വതിയെ അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം പൂട്ടിയെടുത്തു. തുടർന്ന് ബട്ട്ലി ഫ്ലൈയിങ് സ്പ്രിൽ അച്ഛനും മകളും മെഡിക്കൽ കോളേജിലേക്ക് പോയി. കായലിനക്കരെ പൊന്തക്കാടുകൾക്കരികിൽ ചൂണ്ടയിടുന്ന ഭാവത്തിലിരുന്ന ഒരാൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ്. വിശ്വരൂപൻ ചാന്നാരും ക്ഷിപ്രയും ചെല്ലുമ്പോൾ മുറിക്ക് പുറത്ത് സ്രാവ് മജീദും യാക്കൂബും ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് എഴുന്നേറ്റു. ഒന്ന് തലയാട്ടിയിട്ടിട്ട് ചാന്നാർ അകത്ത് കടന്നു. ഭാരതി അമ്മാളും പത്മവും തലയുയർത്തി വാതിൽക്കിലേക്ക് നോക്കി. അച്ഛൻ ധ്രുവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ചേട്ടാ! ഭാരതി അമ്മാളും പത്മവും ഒന്നിച്ചു തേങ്ങി. ആദ്യം ആരുടെ അടുത്തേക്ക് പോകണം? ചാന്നാർ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ ആദ്യം പെങ്ങളുടെ കിടക്കയിലിരുന്നു. ഭാരതി! ചേട്ടാ! അവർ കൈനീട്ടി ചാന്നാരുടെ കരം കവർന്നു. ആരാ ചേട്ടാ നമ്മുടെ കുടുംബത്തോട് ഈ പാതകം ചെയ്തത്? ചാന്നാർക്ക് അതിന് ഉത്തരം നൽകാനായില്ല. ഭാരതി അമ്മാൾ തുടർന്നു. കുലദ്രോഹികൾക്ക് സ്വർണവും പണവും കൊണ്ടുപോയാൽ പോരായിരുന്നോ? നമുക്ക് വിഷം തരണമായിരുന്നോ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കരയാതിരി, ചാന്നാർ പെങ്ങളുടെ കണ്ണീരൊപ്പി. ചെയ്തത് ആരായാലും അവരെ നമ്മൾ കണ്ടെത്തും. പിന്നെ ശിക്ഷ അതും നമ്മുടെ വകയായിരിക്കും. ചാന്നാരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അത് വേണം ചേട്ടാ. ഭാരതി അമ്മാളുടെ മുഖവും കല്ലിച്ചു. പല്ലുകൾ ഞെരിഞ്ഞു. വിഷം കുടിപ്പിച്ച് തന്നെ കൊല്ലണം അവരെ. ക്ഷിപ്ര ഏട്ടനോട് ശബ്ദം താഴ്ത്തി തിരക്കി. രശ്മിയുടെ കാര്യം അപ്പച്ചിയോട് പറഞ്ഞോ ചേട്ടാ? പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ. അവൻ്റെ ഒച്ച ചിലമ്പി. പിന്നെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ഈ മുറിയിൽ രണ്ടാളും. അവൻ പത്മത്തിന് നേർക്കും മിഴികൾ കാട്ടി അടയാളം കൊടുത്തു. അപ്പോൾ ഭാരതി അമ്മാളുടെ വിലാപം വീണ്ടും ഉയർന്നു. റഷ്മ മോളെ എങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ ഏട്ടാ. ചാന്നാർ തലയിൽ ഇടം വലം ആട്ടി. അവൾ ജീവിച്ചിരുന്നപ്പോഴത്തെ ചിത്രം നിന്റെ മനസ്സിലുണ്ടല്ലോ, അത് മതി. അതാ നല്ലത്. അല്ലാതെ മരിച്ച് വേണ്ട ഭാരതി. നമ്മുടെ മനസ്സിലാണെങ്കിൽ അവളുടെ ചിത കത്തുന്ന രംഗം അങ്ങനെ തന്നെ നിൽക്കുക. ചാന്നാരുടെ കണ്ണുകൾ അണപ്പൊട്ടി. അച്ഛനിപ്പോൾ മാത്രമാണ് കരയുന്നതെന്ന് ധ്രുവും ക്ഷിപ്രയും ഓർത്തു. ഒക്കെ മനസ്സിലടക്കി നിർത്തിയിരുന്നത് അപ്പച്ചിയുടെ മുന്നിലാണ് നിയന്ത്രണം വിട്ടുപോയത്. ഭാരതി അമ്മാളും ചാന്നാരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ടപ്പോൾ അടുത്ത കിടക്കയിൽ പത്മവും കരച്ചിലായി. ധ്രുവിൻ്റെയും ക്ഷിപ്രയുടെയും കണ്ണുകൾ നിറഞ്ഞു. ചാന്നാർ മെല്ലെ എഴുന്നേറ്റ് പത്മത്തിൻ്റെ കിടക്കക്കരികിലെത്തി. ചേട്ടാ, എന്നെ കെട്ടിയത് കൊണ്ടല്ലേ എല്ലാം?
വേണ്ടായിരുന്നു അല്ലേ? ആത്മനിന്ദ കലർന്ന ഒരു ഭാവം ചാന്നാരുടെ മുഖത്തുണ്ടായി. ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ? ആരൊക്കെയോ നേരത്തെ പ്ലാൻ ചെയ്തു വച്ചിരുന്ന എല്ലാം. പറ്റിയ അവസരം ഇതായിരുന്നു എന്ന് മാത്രം എനിക്കുറപ്പാണ്. അയാളുടെ കണ്ണുകളിലെ ഞരമ്പുകളിൽ ചോര തിങ്ങി. ഒരുപാട് നാളത്തെ വെട്ടും തിരുത്തും ഒക്കെ കഴിഞ്ഞാണ് ഇത് നടത്തിയിരിക്കുന്നത്. നമ്മുടെ വീടിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട്. വിശ്വരൂപൻ ചാന്നാർ തിരിഞ്ഞു. ധ്രുവേ, എനിക്ക് എൻ്റെ പൊന്നുമോളെ ഒന്ന് കാണണം. ഞാൻ ഡോക്ടറോട് സംസാരിക്കാച്ചാ. അവൻ ചാന്നാരെയും കൂട്ടി ഡോക്ടറുടെ അടുത്തെത്തി കാര്യം പറഞ്ഞു. ചാന്നാർക്ക് മാത്രം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചു. ഗ്ലാസ് ഡോറിനപ്പുറത്തെ തണുത്ത അന്തരീക്ഷത്തിലേക്ക് ചാന്നാർ കടന്നു. മരുന്നിൻ്റെ മനമടുപ്പിക്കുന്ന ഗന്ധം. കിടക്കകളിൽ മരണവും ജീവിതവും പ്രതീക്ഷിക്കുന്നവർ. ഒരു നേഴ്സ് മണിമോളുടെ കിടക്ക കാണിച്ചു കൊടുത്തു. ചാന്നാർ നെഞ്ചിലെ പിടച്ചിലോടെ കണ്ടു. ഒരു കമ്പിളിപ്പുതപ്പിനടിയിൽ നിശ്ചലയായി കണ്ണുകൾ പൂട്ടി മണിമോൾ. ഡ്രിപ്പ് സ്റ്റാൻഡിലെ ട്യൂബിലേക്ക് ഇറ്റ് വീഴുന്ന ഓരോ തുള്ളിയും അവളുടെ നെഞ്ചിടിപ്പാണെന്ന് അയാൾക്ക് തോന്നി. വരണ്ട ചുണ്ടും കരിവാളിച്ച മുഖവും. തൻ്റെ മണിമോളാണ് ഇതെന്ന് വിശ്വസിക്കാൻ അയാൾക്കായില്ല. അല്പനേരം നിശ്ചലനായി നിന്നു ചാന്നാർ. പിന്നെ വിറപ്പൂണ്ട വിരലുകൾ കൊണ്ട് അവളുടെ കവിളിൽ തടവി. മണിമോൾ അത് തിരിച്ചറിഞ്ഞതുപോലെ ഒന്നനങ്ങി. ഇനി പുറത്തു പോകണം, നേഴ്സ് വന്നറിയിച്ചു. ഇടറുന്ന പാദങ്ങളോടെ ചാന്നാർ തിരിഞ്ഞു. ICUവിലെ ചില രോഗികളൊക്കെ അയാളെ തുറച്ചു നോക്കി. അരമണിക്കൂർ കഴിഞ്ഞു. ചാന്നാർ മകനോട് പറഞ്ഞു, ഇനി നീ വീട്ടിൽ പോയിക്കോ. ഞാനും ക്ഷിപ്രയുണ്ടല്ലോ ഇവിടെ. അതവൻ അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. വീട്ടിൽ പോയി ഒത്തിരി സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ധ്രുവ് പോയി. ഒപ്പം യാക്കോബും സ്രാവും മജീദും. വിശ്വരൂപൻ ചാന്നാരും ക്ഷിപ്രയും മുറിയിൽ ഭാരതിയമ്മാളിനോടും പത്മത്തോടും സംസാരിച്ചുകൊണ്ടിരുന്നു. നേരം ഉച്ച കഴിഞ്ഞു. നിങ്ങളിരുവരും ഒന്നും കഴിച്ചില്ലല്ലോ, പോയിട്ട് വാ, ഭാരതിയമ്മാൾ പറഞ്ഞു. നിങ്ങൾ കഴിച്ചോ? ചാന്നാർ ഇരുവരെയും നോക്കി. കുറച്ചു മുമ്പ് ധ്രുവ് വാങ്ങിക്കൊണ്ട് തന്നിരുന്നു. ചാന്നാർ ക്ഷിപ്രയുമൊത്ത് ക്യാൻറ്റീനിലേക്ക് പോയി. 20 മിനിറ്റിനുള്ളിൽ മടങ്ങി വന്നു. ഇടനാഴിയിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. അടച്ചിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കാൽ വെച്ച ചാന്നാർ കിടുങ്ങിപ്പോയി. പത്മത്തിൻ്റെ കഴുത്തു ഞെരിക്കുന്ന ഒരാൾ. അവൾ കൈകാലുകൾ അടിച്ചു പിടയുകയാണ്. എടാ, അലറിക്കൊണ്ട് വിശ്വരൂപൻ അവൻ്റെ നേരെ കുതിച്ചു. അതിനിടെ മറ്റൊന്നുകൂടി കണ്ടു. കിടക്കയിൽ കെട്ടിവരിയപ്പെട്ട നിലയിൽ ഭാരതി അമ്മാൾ. അപ്പച്ചി നിലവിളിച്ചുകൊണ്ട് ക്ഷിപ്രയും മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. കട്ടിലിൽ ബന്ധിക്കപ്പെട്ട ഭാരതിയമ്മാളുടെ വായിൽ കുറേ തുണി കുത്തി തിരികെയിരുന്നു. പത്മത്തിൻ്റെ കഴുത്തു ഞെരിക്കുന്നവൻ്റെ അടുത്ത് കുതിച്ചെത്തി വിശ്വരൂപൻ ചാന്നാർ കൈവീശി പിന്നിൽ നിന്ന് ഒറ്റയടി കൊടുത്തു. കൊമ്പസ്രാവ് വാൽ വീശി ജലപ്പരപ്പിൽ അടിക്കുന്നത് പോലെ ഒരു ശബ്ദം. ഹോ! വിലാപത്തോടെ അവൻ പത്മത്തിൻ്റെ മുകളിലേക്കും അവിടെ നിന്ന് കട്ടിലിനപ്പുറത്തേക്കും മറിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റു. ചാന്നാർ കട്ടിലിനെ ഒന്ന് ചുറ്റി അവിടേക്കെടുത്തു. പെട്ടെന്ന് അവൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഓപ്പറേഷൻ കത്തി പോലെയുള്ള ചെറിയ സ്റ്റീൽ കത്തി വലിച്ചെടുത്തു. പിന്നെ ചാന്നാരെ നോക്കി പല്ലിഴിച്ചു. അടുത്തു വരരുത്, വന്നാൽ ഞാൻ ഇവളുടെ കുരവള്ളി കണ്ടിക്കും. അവൻ എഴുന്നേൽക്കാനായ പത്മത്തിനെ വീണ്ടും കിടക്കയിലേക്ക് തള്ളി കഴുത്തിൽ കത്തിവെച്ചു. തനിക്കും അവനുമിടയിൽ ഒരു ഗ്ലാസ് ഭിത്തി വന്നു വീണതുപോലെ ചാന്നാർ പകച്ചു. ഒരു നിമിഷം അയാൾ അവനെ ശ്രദ്ധിച്ചു. ഏറിയാൽ 25 വയസ്സ് വരും. ഒത്ത ഉയരവും വണ്ണവും. കണ്ണുകളിൽ നിർവികാരഭാവം. ഇവനെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് ചാന്നാരുടെ മനസ്സ് പറഞ്ഞു. ആരാണ് നീ? എന്തു വേണം? അവനിൽ നിന്ന് കണ്ണുപറിക്കാതെ ചാന്നാർ തിരക്കി. അവൻ കത്തി അല്പം കൂടി പത്മത്തിൻ്റെ കഴുത്തിൽ അമർത്തി. ശേഷം മുരണ്ടു. പ്രാണൻ ഇവളുടെ. അവൻ ഇടം കൈകൊണ്ട് സ്വന്തം നെഞ്ചിൽ തട്ടി. പിന്നെ ഞാൻ അതൊക്കെ വഴിയൊഴിക്കലെ ചക്രവർത്തി കൃത്യസമയത്ത് മനസ്സിലാക്കിക്കൊള്ളും. ക്ഷിപ്ര ഇതിനിടെ ഭാരതിയമ്മാളുടെ വായിൽ തുണി വലിച്ചെടുത്തു. രക്ഷിക്കണേ! ഒറ്റ നിലവിളിയായിരുന്നു അവർ. പൊടുന്നനെ 2 പേർ കൂടി വാതിൽ തള്ളി തുറന്ന് അകത്തെത്തി. അതേ നിമിഷം തന്നെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. നിനക്ക് പറ്റുമെങ്കിൽ ഒന്നുകൂടി നിലവിളിച്ചേടി. അവരിൽ ഒരാൾ ഒരു പ്ലയർ എടുത്ത് നീട്ടി. ഇതുകൊണ്ട് നിന്റെ നാവ് ഞാൻ വലിച്ചു പിഴുതെറിയും. അവർ ഇരുവരും വയർമാന്മാരുടെ വേഷത്തിലായിരുന്നു. ചാന്നാരുടെ ഞരമ്പുകളിൽ ചോരയോട്ടം പ്രകാശവേഗത്തിലായി. മിസ്റ്റർ ചാന്നാർ, രണ്ടാമത് വന്നവരിൽ ഒരാൾ പരിഹാസരൂപത്തിൽ വിളിച്ചു. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അവനെ ഒന്ന് തൊട്ടുനോക്ക്. കാണാൻ കളി. 4 ശവങ്ങൾ ഇവിടെ വീഴ്ത്തിയിട്ടേ ഞങ്ങൾ പോകൂ. പത്മത്തിൻ്റെ കണ്ണ് തള്ളുന്നത് വിശ്വരൂപൻ ചാന്നാർ കണ്ടു. അയാൾ തന്ത്രപരമായി ശാന്തത ഭാവിച്ചു. ഇതിൻ്റെയൊക്കെ കാര്യം എന്തെന്ന് നിങ്ങൾ പറയൂ. നമ്മൾ തമ്മിൽ ആദ്യം കാണുകയല്ലേ? പത്മത്തിൻ്റെ കഴുത്തിൽ കത്തിവെച്ചിരിക്കുന്നവരാണ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ വിവാഹം അതുതന്നെ കാരണം. അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് ഈ കിടക്കുന്ന സഹോദരി. ഇവർ 2ാം പ്രതി. ഞാൻ വിവാഹം ചെയ്തതിന് നിങ്ങൾക്കെന്താ? ചാന്നാർ തർക്കിച്ചു. ആവശ്യമോ അനാവശ്യമൊക്കെ പിന്നെ തീരുമാനിക്കാം. ഞങ്ങൾ വരാൻ അല്പം വൈകി. അതുകൊണ്ട് മാത്രമാണ് ഇവർ 2 പേരും ജീവിച്ചിരിക്കുന്നത് എന്ന് കരുതുക. പക്ഷേ ഞങ്ങൾ വീണ്ടും വരും, കാറ്റ് പോലും അറിയാതെ. ഇവരെ കൊല്ലാതെ പോവില്ല. കത്തിയുമായി ആ ചെറുപ്പക്കാരൻ ചാന്നാരെ കടന്നു വാതിൽക്കിലേക്ക് നീങ്ങി. ചാന്നാർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മൂവരും പെട്ടെന്ന് പുറത്തിറങ്ങി ഇടനാഴിയിലെ തിരക്കിൽ മറഞ്ഞു. ക്ഷിപ്ര ഭാരതിയമ്മാളെ അഴിച്ചുവിട്ടു. പത്മ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ശക്തമായി കിതയ്ക്കുകയും ചുമക്കുകയും തൊണ്ട തടവുകയും ചെയ്തു. എന്താ നടന്നത്? ചാന്നാർ തളർച്ചയോടെ കസേരയിലേക്ക് വീണു. നിങ്ങൾ 2ആളും പോയി അല്പനേരം കഴിഞ്ഞു കാണും. ഭാരതിയമ്മാളുടെ ശബ്ദത്തിൽ അപ്പോഴും ഭീതിയുണ്ടായിരുന്നു. പത്മം ബാത്റൂമിലായിരുന്നു. പെട്ടെന്നാണ് അവർ കടന്നു വന്നത്. ആരെന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും എന്നെ കിടക്കയിലേക്ക് തള്ളി വായിൽ തുണി തിരുകി. എൻ്റെ എതിർപ്പുകളെ അവഗണിച്ച് കിടക്കയിൽ ചേർത്ത് കെട്ടി. പെട്ടെന്ന് 2 പേർ പുറത്തേക്ക് പോയി. പത്മ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ആക്രോശിച്ചുകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച്
കട്ടിലിലേക്ക് മറിച്ചു. ചാന്നാരുടെ നെറ്റി ചുവഞ്ഞു. വന്നവരിൽ 2 പേർ പുറത്തു പോയത് ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാനാവും. പക്ഷേ കെട്ടിയിട്ട് നേരത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഭാരതിയെ കൊല്ലാമായിരുന്നു. അതിനർത്ഥം അവരുടെ ആദ്യ ഇര പത്മം തന്നെയായിരുന്നിരിക്കണം. ചാന്നാർ എഴുന്നേറ്റു. നിങ്ങൾ വാതിലകത്തു നിന്ന് അടച്ചേക്കണം. ഞാൻ വരാതെ തുറക്കരുത് പറഞ്ഞിട്ട് ചാന്നാർ പോയി. ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ കണ്ട് വിവരം പറഞ്ഞു. സൂപ്രണ്ട് പോലീസിൽ വിവരം അറിയിച്ചു. അവർ എത്തി. ഭാരതിയമ്മാളിനെയും പത്മത്തെയും ചോദ്യം ചെയ്തു. പിന്നെ ആ ബ്ലോക്കിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരെയും. ജീവനക്കാർക്ക് അങ്ങനെ 2 വയറന്മാരെ കണ്ട ഓർമ്മ പോലുമില്ല. പോലീസ് പോയി കഴിഞ്ഞപ്പോൾ ചാന്നാർ ക്ഷിപ്രയോട് പറഞ്ഞു, തൽക്കാലം ധ്രുവിനെ ഇത് അറിയിക്കേണ്ട. ആവശ്യമില്ലാതെ അവൻ ഓടിപ്പാഞ്ഞു വരും. ക്ഷിപ്ര തലയാട്ടി. ആ നേരത്ത് വലിയ അഴീക്കൽ. ഉദയാസ്തമത്തിലെത്തിയിരുന്നു ധ്രുവും യാക്കൂബും സ്രാവും മജീദും. വണ്ടി നിർത്തിയപ്പോഴേക്കും അയൽക്കാരിൽ ചിലർ ഓടിയെത്തി. എങ്ങനെയുണ്ട് കൊച്ചങ്ങത്തെ അവർക്ക്? അതാണ് അവർക്കറിയേണ്ടത്. അവൻ കാര്യം പറഞ്ഞു. ശേഷം മജീദിനെയും യാക്കൂബിനെയും നോക്കി. നിങ്ങൾ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം, ഇത്തിരി ജോലിയുണ്ട്. അവർ തലയാട്ടി. വീടിൻ്റെ ഒരു താക്കോൽ ധ്രുവിൻ്റെ പക്കലുണ്ടായിരുന്നു. വാതിൽ തുറക്കാൻ ഭാവിക്കുമ്പോൾ വേലക്കാരി അശ്വതി മുറ്റത്ത് കൂടി വന്നു. കൊച്ചമ്മമാർക്ക് എങ്ങനെയുണ്ട്? അവൻ അവരെ സൂക്ഷിച്ചൊന്ന് നോക്കി. കുറവുണ്ട്. മണിമോളോ? ഒന്നും പറയാനായിട്ടില്ല. ചേട്ടത്തി എനിക്കൊരു ചായ ഇട്. അവർ തിരിഞ്ഞു പോയി. ധ്രുവ കുളി കഴിഞ്ഞ് വേഷം മാറിയിട്ട് അടുക്കളയിലേക്കുള്ള വാതിൽ തുറന്നു. അശ്വതി ചായ തയ്യാറാക്കിയിരുന്നു. അത് വാങ്ങിയിട്ട് അവർ നിർദ്ദേശിച്ചു. ചേട്ടത്തി ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് ചിലത് അറിയാനുണ്ട്. എന്താ കുഞ്ഞേ? അവരിൽ ഒരു പരിഭ്രമം മിന്നുന്നത് അവൻ കണ്ടു. വാ പറയാം. ധ്രുവ സിറ്റിംഗ് റൂമിലെ കസേരയിൽ ചെന്നിരുന്നു. ചായ ഒരിറക്ക് കുടിച്ചു. ശേഷം കപ്പ് ടീപ്പോയിൽ വെച്ചിട്ട് അശ്വതിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ പോലീസിലാണെന്ന് ചേട്ടത്തിക്ക് അറിയാമല്ലോ? അറിയാം. അവരുടെ ശബ്ദം വിറച്ചു. ഇത് ഞാൻ ഓർമ്മിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. എന്നോട് ചേട്ടത്തി സത്യം മാത്രമേ പറയാവൂ എന്ന്. കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ചേട്ടത്തി ജയിലിൽ കിടന്നിട്ടുണ്ടോ? ധ്രുവിൻ്റെ നോട്ട് അവരുടെ മുഖത്തുടക്കി. ഇല്ല. അവർ വല്ലാതെ ഭയന്നു. ശരിക്കും നരകമാ, അവൻ ഭീഷണിപ്പെടുത്തി. ഒന്ന് കിടന്ന് നോക്കുമ്പോഴേ അറിയൂ. ചേട്ടത്തിക്ക് അത് വേണോ? അയ്യോ വേണ്ട കുഞ്ഞെ. അവർ വിറയ്ക്കാൻ തുടങ്ങി. ധ്രുവ് കപ്പുയർത്തി ഒരിറക്കു ചായ കൂടി അകത്താക്കി. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചേട്ടത്തിക്ക് അറിയുക പോലുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നേരത്തെ ചോദ്യം ചെയ്ത പോലീസിന് മുന്നിൽ ചേട്ടത്തി പല കാര്യങ്ങളും മറിച്ചിട്ടുണ്ട്, എനിക്കുറപ്പാ. അശ്വതി കുടുകൂടെ വിയർക്കാൻ തുടങ്ങി. ധ്രുവിൻ്റെ ശബ്ദം കനത്തു. സത്യം പറയണം. ആരാണ് എല്ലാത്തിനും പിന്നിൽ? അയ്യോ എനിക്കറിയില്ല സാറേ. കുഞ്ഞ് പെട്ടെന്ന് സാറായി. ധ്രുവ് അമർത്തി മൂളി. ഇനിയുള്ളത് ഓർത്തു പറയാനുള്ളതാ. വിവാഹം കഴിഞ്ഞ ദിവസം ചേട്ടത്തിക്ക് സംശയകരമായി തോന്നിയ ഒരു കാര്യം പറ. അശ്വതി തല കുനിച്ചു നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു. ഇവിടെ വന്ന പാചകക്കാരിൽ ഒരാൾ പത്മം കൊച്ചമ്മയോട് രഹസ്യമായി എന്തോ പറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് മാറുകയും ചെയ്തു. ധ്രുവിൻ്റെ ചിന്തയിൽ ഒരു മിന്നൽ പൊളഞ്ഞു. ആ പാചകക്കാരൻ്റെ രൂപം പറഞ്ഞേ. അധികം ഉയരമില്ലാത്ത കറുത്ത ഒരാൾ. പിന്നെ ആകെ ഒരു പൊരുത്തക്കേട് തോന്നുമായിരുന്നു. ധ്രുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ രശ്മയും മണിമോളും കൂടി കാട്ടിത്തന്നവൻ തന്നെ. വിവാഹ സ്ഥലത്തും ഇവിടെ പാചകത്തിനും ഉണ്ടായിരുന്നവൻ. ശരി, ചേട്ടത്തി പോയിക്കോ. ചായ കുടിച്ചിട്ട് അവൻ കപ്പ് തിരികെ നൽകി. തുടർന്ന് ചിന്തയോടെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സംശയങ്ങൾ തൽക്കാലം മറ്റാരും അറിയണ്ട എന്നായിരുന്നു ധ്രുവിൻ്റെ തീരുമാനം. 2 കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും അതിൻ്റെ പകുതി കറൻസിയുമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊക്കെ കുഞ്ഞമ്മയ്ക്കും പങ്കുണ്ടോ? അത്തരമൊരു സംശയം അവന് നേരത്തെ മുതലുണ്ടായിരുന്നു. എന്നാൽ ഒരു കൊള്ള നടത്താൻ വേണ്ടി അവർ വിവാഹത്തിനൊരുങ്ങുമായിരുന്നോ? അങ്ങനെയെങ്കിൽ അവർ അച്ഛന് വിഷം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അവർ വിഷം കഴിക്കുകയും ചെയ്തു. അവിടെയാണ് രണ്ടാമത് ഒരാളുടെ സാന്നിധ്യവും ബുദ്ധിയും പ്രകടമാകുന്നത്. അതാര്? ചിന്തിച്ചുകൊണ്ട് ധ്രുവ് മുറ്റത്തേക്കിറങ്ങി. ചാരം മൂടിക്കിടന്നിരുന്ന രശ്മയുടെ ചിതക്കരികിലേക്ക് അവൻ ചെന്നു. കാറ്റിൽ ചാരം പറന്നു പോയിട്ടുണ്ട്. അങ്ങിങ്ങ് കരിഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ. ധ്രുവിൻ്റെ കണ്ണുകളിൽ 2 തുള്ളികൾ നിന്ന് വിറച്ചു. രശ്മ ഒരേട്ടൻ എന്നതിനേക്കാൾ ഉപരി അവൾക്ക് താനൊരു കൂട്ടുകാരനായിരുന്നു. ഏത് കാര്യവും തന്നോട് തുറന്നു പറയുമായിരുന്നു. ഇനി അവിടെ നിന്നാൽ തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ധ്രുവ് കായൽക്കരയിലേക്ക് പോയി. അപ്പോഴും അക്കരെ അരികിലിരുന്ന് ഒരാൾ ചൂണ്ടയിടുന്നുണ്ട്. യാദൃശ്ചികമായി ധ്രുവ് അത് ശ്രദ്ധിച്ചു. അവൻ്റെ പോലീസ് കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ടോ എന്തോ ഒരു സംശയം. അയാൾ ഇവിടുത്തെ നീക്കങ്ങൾ ശ്രദ്ധിക്കുകയല്ലേ എന്നൊരു തോന്നൽ. ധ്രുവ് പെട്ടെന്ന് ഫോണെടുത്ത് സ്രാവ് മജീദിനെ വിളിച്ചു. ഞാനും യാക്കൂബും ഇപ്പോൾ വരും കൊച്ചങ്ങത്തെ. മജീദിൻ്റെ ശബ്ദം കേട്ടു. 10 മിനിറ്റിനുള്ളിൽ അവരെത്തി. അക്കരെ ഇരുന്ന് ചൂണ്ടയിടുന്ന ആളിനെ ഒന്ന് ശ്രദ്ധിക്കേ. ധ്രുവ് അവിടേക്ക് നോക്കാതെ അറിയിച്ചു. എവിടെ? അവരുടെ ചോദ്യം കേട്ട് അവനും തിരിഞ്ഞു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു? മജീദ് സംശയത്തോടെ ഒരിക്കൽ കൂടി അക്കരയ്ക്ക് നോക്കി. അതറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ധ്രുവ വിഷയം മാറ്റി. ഇവിടുത്തെ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? കൃത്യമറിയില്ല. യാക്കൂബാണ് പറഞ്ഞത്. എന്നാലും നങ്ങ്യാർകുളങ്ങരയ്ക്കടുത്ത് ആണെന്ന് അങ്ങത്ത് പറഞ്ഞിരുന്നു. മറുതാമുക്കിലെന്നോ മറ്റോ. ഓക്കെ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. എന്തിനാ കൊച്ചങ്ങത്തെ? അതൊക്കെ പിന്നെ പറയാം. ഇന്നോവയിലാണ് അവർ പോയത്. അരമണിക്കൂർ കൊണ്ട് കവലയും കോളേജ് ജംഗ്ഷനും പിന്നിട്ട് മറുതാമുക്കിലെത്തി. ഹൈവേയുടെ ഇടതുവശത്ത് റോഡിൻ്റെ താഴ്ന്ന ഭാഗത്ത് മാർബിൾ പാലസിൻ്റെ മുന്നിലേക്ക് നീക്കി വണ്ടി നിർത്തി. പിന്നെ ബദാം മരത്തണലിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോകളുടെ ഡ്രൈവർമാരോട് വിവരം തിരക്കി.
ഇത്തിരി പടിഞ്ഞാറോട്ട് പോയാൽ മതി. അവർ വഴി പറഞ്ഞു കൊടുത്തു. ഇന്നോവ അവിടേക്ക്. ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു ചെറിയ വീടിന് മുന്നിൽ തകരപ്പാളിയിൽ എഴുതിയ ബോർഡ് കണ്ടു. രുചി കാറ്ററിംഗ് സർവീസ്. ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇത്തരം ഒരു നാടൻ കാറ്ററിംഗ് കമ്പനിക്ക് അച്ഛൻ ഓർഡർ കൊടുക്കുമോ? സ്റ്റാർ ഹോട്ടലുകാർ വരെ സപ്ലൈ ചെയ്യുന്ന ഇക്കാലത്ത്. വണ്ടി നിർത്തി ഒന്ന് ഹോണടിച്ചിട്ട് അവർ ഇറങ്ങി. വീട്ടുവാതിരിക്കൽ ഒരു സ്ത്രീ തല നീട്ടി. പിന്നെ അകത്തു മറഞ്ഞു. പെട്ടെന്ന് തിടുക്കത്തിൽ ഷർട്ട് വലിച്ചിട്ടുകൊണ്ട് ഒരു മധ്യവയസ്കൻ തിണ്ണയിലേക്ക് വന്നു. ധ്രുവ് അയാളെ തിരിച്ചറിഞ്ഞു. വീട്ടിൽ വന്നവരിൽ ഒരാൾ തന്നെ. ധ്രുവിനെ പെട്ടെന്ന് മുന്നിൽ കണ്ടതും അയാളൊന്ന് പരിങ്ങി. തിരിഞ്ഞോടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ പോയേനെന്ന് അവന് തോന്നി. കയറിയിരിക്കും സാറേ. അയാൾ പെട്ടെന്ന് തിണ്ണയിൽ കിടന്നിരുന്ന ഒരു കസേര പൊടിത്തട്ടി നീക്കിയിട്ടു. ഇരിക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് നിങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. അവൻ്റെ ശബ്ദം പരുക്കനായി. ചോദിച്ചോളൂ എന്ന ഭാവത്തിൽ അയാൾ ഭവ്യതയോടെ നിന്നു. എൻ്റെ വീട്ടിൽ ഫുഡുണ്ടാക്കാൻ നിങ്ങളെ ആരാണ് ക്ഷണിച്ചത്? അത് മുറ്റത്തിനപ്പുറത്തെ പൂവരശിൻ്റെ വേലിയേക്കിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ അറിയിച്ചു. പത്മ മേഡമായിരുന്നു സാർ. ധ്രുവിൻ്റെ കണ്ണുകൾ കുറുക്കി. യാക്കൂബും മജീദും പരസ്പരം നോക്കി. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഉയരം കുറഞ്ഞ കറുത്ത മനുഷ്യനാരാണ്? അതെനിക്കറിയില്ല സാർ. ധ്രുവിന് പെരുത്ത് കയറി. അറിയാത്ത ഒരുത്തൻ എങ്ങനെയാണോ നിങ്ങളുടെ കൂടെ വന്നത്? അയാളും ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് തലേന്ന് പത്മ മേഡം വിളിച്ചു പറയുകയായിരുന്നു സാർ. ധ്രുവ് കിടുങ്ങി. ദുരൂഹത ഏറുകയാണ്. സംശയം കുഞ്ഞമ്മയിലേക്ക് കൂടുതൽ നീളുന്നു. അത് വിട്. അയാളുടെ വീട് എവിടെയാ? ഉറപ്പില്ല സാറേ. എന്നാലും കനകക്കുന്ന് ഭാഗത്താണെന്ന് തോന്നുന്നു. അവിടെ അക്കരെ കള്ളിക്കാട് ഭാഗത്തു നിന്നാണ് അയാൾ മീൻ പിടിക്കാൻ പോകുന്നതെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ധ്രുവ് തല കുടഞ്ഞു. അയാളുടെ പേര്? ഞങ്ങൾ ചോദിച്ചപ്പോൾ തമ്പിദാസ് എന്ന് പറഞ്ഞു. പക്ഷേ പത്മമേഡം അയാളെ വിളിച്ചത് ഞണ്ട് എന്നാണ്. ഞണ്ട് അയാളുടെ വട്ടപ്പേരായിരിക്കും. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശരി, ഇനി ഞങ്ങളിത് അങ്ങോട്ട് വന്നേക്കും കേട്ടോ, കടുപ്പിച്ച് പറഞ്ഞിട്ട് ധ്രുവ് തിരിഞ്ഞു. അപ്പോൾ ക്ഷിപ്രയുടെ ഫോൺ കോൾ ധ്രുവിനെ തേടിയെത്തി. പറയടി. അവൻ ഫോൺ കാതിൽ അമർത്തി. പതിഞ്ഞ ഒച്ചയിൽ ക്ഷിപ്രയുടെ ശബ്ദം കേട്ടു. അച്ഛൻ അറിയാതെ ഞാൻ ബാത്റൂമിൽ നിന്നാണ് ഏട്ടാ വിളിക്കുന്നത്. ഏട്ടൻ ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. ധ്രുവിൻ്റെ കാതുകൾ ജാഗരൂകമായി. ഇല്ല, നീ പറഞ്ഞോ. ക്ഷിപ്രയുടെ ശബ്ദം തീപ്പൊരികൾ പോലെയാണ് കാതുകളിലേക്ക് വീഴുന്നതെന്ന് അവന് തോന്നി. ഇവിടെ കുഞ്ഞമ്മയെ കൊല്ലാൻ ഒരു ശ്രമം നടന്നു. കിടുങ്ങിപ്പോയി ധ്രുവ്. അവൻ്റെ ഭാവമാറ്റം കണ്ട് യാക്കൂബും മജീദും തുറച്ചു നോക്കി. ക്ഷിപ്ര തിടുക്കപ്പെട്ട് കാര്യം ചുരുക്കി അറിയിച്ചു. ധ്രുവിൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നി. കുഞ്ഞമ്മയായിരുന്നു എല്ലാറ്റിനും പിന്നിലെങ്കിൽ അവരെ വധിക്കാൻ ചെന്നതാര്? ഞാൻ അങ്ങോട്ട് വിളിക്കാം മോളെ, പറഞ്ഞിട്ട് ധ്രുവ് ഫോൺ കട്ട് ചെയ്തു. ബാത്റൂമിൽ നിന്ന് ക്ഷിപ്ര പുറത്തേക്ക് വരുമ്പോൾ വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടു. കസരയിലിരുന്ന് ഒന്ന് മയങ്ങുകയെന്ന വിശ്വരൂപം ചാന്നാർ പറഞ്ഞു. കടന്നു വരൂ. അടുത്ത നിമിഷം വാതിൽ തുറന്ന് അകത്തേക്ക് വന്നവരെ കണ്ട് ചാന്നാരുടെ മുഖം കറുത്തു. MLA ശ്രീനിവാസനും വില്ലേജ് ഓഫീസർ ഹരിലാലും. ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് ഭാരതി അമ്മാളിനെയും പത്മത്തെയും നോക്കി. രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതാ അമ്മാളെ. പക്ഷേ ഒരു ശവശരീരം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. ശവമോ? ഭാരതി അമ്മാൾ എഴുന്നേറ്റിരുന്നു. പത്മവും. അതേന്നേ. ശ്രീനിവാസൻ ചാന്നാരെ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കി. എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ അവിടെ കൊണ്ടുവച്ചതാ. ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ട് വരികയാണ് ഞാൻ. എന്നിട്ട്? ഭാരതി അമ്മാളിന് ഉൾക്കണ്ട. എന്നിട്ടെന്ത്? ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനെയും ഇടാൻ പറ്റിയ ലോക്കപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കാണില്ലായിരുന്നു അല്ലേ ചാന്നാരെ? ശ്രീനിവാസൻ ചിരിക്കുകയാണ്. ആരാ ശ്രീനിവാസ് അത് ചെയ്തത്? ഭാരതി അമ്മാൾ വീണ്ടും തിരക്കി. അതറിയത്തില്ല. എന്നാലും തന്തയ്ക്ക് പിറക്കാത്ത ഏതെങ്കിലും ഒരുത്തനായിരിക്കും. സാരമില്ല, അവന് ഞാൻ പണി കൊടുത്തിരിക്കും. അങ്ങനെ വേണ്ട വിശ്രൂപ? വേണം. ചാന്നാർ സമ്മതിച്ചു. അയാളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലെന്ന് ശ്രീനിവാസൻ കണ്ടു. അതാ കാര്യം. അപ്പോൾ ഞാൻ ഇറങ്ങുക. വല്ലാത്ത ക്ഷീണം, ഒന്ന് കുളിക്കണം. ചുമ്മാതിരിക്കുന്നവന് ഉറുമ്പ് കടിയേറ്റതുപോലെ ഒരു ചൊറിച്ചിൽ. ചാന്നാരെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ശ്രീനിവാസനും പിന്നാലെ ഹരിലാലും പോയി. തനിക്ക് മുന്നറിയിപ്പ് തരാൻ വന്നതാണ് ശ്രീനിവാസനെന്ന് വിശ്വരൂപൻ ചാന്നാർക്ക് ബോധ്യമായി. അയാളും മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ കൂട്ടി. രാത്രി കള്ളിക്കാട് മങ്ങിയ നാട്ടുവെളിച്ചമുള്ള കടലോരത്ത് പൂഴിമണ്ണിൽ ഇരിക്കുകയായിരുന്നു ധ്രുവും യാക്കൂബും മജീദും. അവർക്ക് മുന്നിൽ തിരകൾ അടിച്ചു കയറി വന്നുകൊണ്ടിരുന്നു. കനകക്കുന്നിൽ നിന്ന് ഞണ്ടിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിരുന്നു. അയാളുടെ പേര് ഭാസ്കരൻ. ഞണ്ട് ഭാസ്കരൻ. കായലിൽ നിന്നോ ഞണ്ട് പിടുത്തമായിരുന്നു ആദ്യകാലത്ത്. ഇടയ്ക്കിടെ അയാൾ ചെറിയ വള്ളത്തിൽ ഒറ്റയ്ക്ക് കടലിൽ പോകും. മീനൊന്നും കൊണ്ടുവരാറില്ലെന്ന് ആളുകൾക്കറിയാം. പിന്നെന്തിനു പോകുന്നു? അതുമാത്രം അജ്ഞാതം. കഴിഞ്ഞ വെളുപ്പിന് അയാൾ പോയതാണ്. ഇനി ഏതു നിമിഷവും തിരിച്ചെത്താം. വീട്ടിൽ ഭാര്യ മാത്രമേയുള്ളൂ. മാതാപിതാക്കളോ മക്കളോ ഇല്ല. ഇടയ്ക്കിടെ ധ്രുവ് ബൈനോക്കുലർ എടുത്ത് കടലിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയിലും കാണാൻ കഴിയുന്ന ബൈനോക്കുലർ. ഇന്നും അവൻ വരാതിരിക്കുമോ? മജീദ് സംശയം പ്രകടിപ്പിച്ചു. ഒരു ദിവസത്തിൽ കൂടുതൽ തങ്ങില്ലെന്നല്ലേ അവൻ്റെ ഭാര്യ പറഞ്ഞത്? യാക്കൂബ് തർക്കിച്ചു. ധ്രുവ് ഒരിക്കൽ കൂടി ബൈനോക്കുലർ എടുത്തു. 1 കിലോമീറ്റർ അകലെ വരെ കാഴ്ച കിട്ടും. വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ ശബ്ദം അവരെ ആവേശത്തിലാക്കി. ധ്രുവ് ബൈനോക്കുലർ സൂം ചെയ്തു. അതിൽ പച്ച നിറത്തിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു. ആദ്യം ഒരു പച്ച പൊട്ടുപോലെ, ക്രമേണ അത് വലുതായി. യമഹ എഞ്ചിൻ പിടിപ്പിച്ച വള്ളം. അതിൽ ഒറ്റയാളേ ഉള്ളൂ. പാഞ്ഞെടുക്കുകയാണത്. തിരത്തലപ്പിലും വേഗം കുറയുന്നില്ല. ഒരു വലിയ തിരയ്ക്കപ്പുറം അത് മറഞ്ഞു. പിന്നെ മുളച്ചു വരുന്നതുപോലെ വീണ്ടും മുന്നിൽ. അടുത്ത നിമിഷം അത് തിരമാലയ്ക്കൊപ്പം കരയിലേക്ക് പാഞ്ഞു വന്നു.
അവർക്ക് നേരെ. ഓടിക്കോ, ധ്രുവ് അലറി. അവർ ചിതറിയോടി. ഞൊടിയിടയിൽ കരയിലേക്ക് പാഞ്ഞു കയറിയ വള്ളം പൂഴിമണലിൽ ഒരു വശം ചെരിഞ്ഞു മറിഞ്ഞു. ചെരിഞ്ഞു വീണ വള്ളം ഇരുവശത്തേക്കും മണ്ണ് തെറിപ്പിച്ചുകൊണ്ട് അല്പം മുന്നിലേക്ക് നീങ്ങി. പിന്നെ 2-3 തവണ വല്ലാതെ മുരണ്ട ശേഷം യമഹ എഞ്ചിൻ തനിയെ ഓഫായി. ധ്രുവ് വെട്ടിത്തിരിഞ്ഞു. അതിൻ്റെ എതിർദിശയിലേക്കായിരുന്നു മജീദും യാക്കൂബും ഓടിയത്. ഏതാനും നിമിഷം കൊണ്ട് മനസ്സിനുള്ളിലേക്ക് ഒരു ചൂടുകാറ്റ് അടിച്ചു കയറിയതുപോലെ മൂവരും ഒരേ നിമിഷത്തിൽ തിരികെ പാഞ്ഞു വന്നു. വള്ളം മറിച്ചു നേരെയിട്ടു. അവനെന്തിയേ? യാക്കൂബ് അതിനുള്ളിലേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. 2 ഭാസ്കരൻ വള്ളത്തിലില്ലായിരുന്നു. ഞാൻ കണ്ടതാണല്ലോ അവനെ വള്ളത്തിലിരിക്കുന്നത്, ധ്രുവ് തർക്കിച്ചു. ശേഷം ബൈനോക്കുലർ വീണ്ടും എടുത്ത് കടലിലേക്കും ഇരുവശങ്ങളിലേക്കും നോക്കി. അപ്പോൾ കണ്ടു. വടക്കുഭാഗത്തെ കൽക്കെട്ടിലേക്ക് ഞണ്ടിനെ പോലെ എഴിഞ്ഞു കയറുന്ന ഒരാൾ, ഒരു പച്ച മനുഷ്യരൂപം. അതാ അവൻ അവിടെയുണ്ട്, പറഞ്ഞുകൊണ്ട് ധ്രുവ് ഓടി. മജീദും യാക്കൂബും പിന്നാലെ. അടിച്ചുയർന്ന തിരമാലയ്ക്കപ്പുറം ഒരു നിമിഷം വള്ളം കാണാതായ നേരത്ത് അയാൾ വള്ളത്തിൽ നിന്ന് ചാടിയിരിക്കും, ധ്രുവിന് തീർച്ചയായിരുന്നു. മൂവരും കൂറ്റൻ കരിങ്കൽപ്പാളികൾ പാകിയ ഭാഗത്തെത്തി. എന്നാൽ ഭാസ്കറിൻ്റെ നിഴൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ കായൽ കടന്ന് അക്കരെ എത്തിക്കൂടാ, ധ്രുവ് അലറി. നായ്ക്കൾ കുറച്ച് ബഹളം വച്ചു. മൂവരും വീടുകൾക്കിടയിലൂടെ കായൽക്കരയിലേക്ക് ഓടി. അവിടെ മങ്ങിയ വെളിച്ചത്തിൽ ദിവാൻ ഭരണകാലത്ത് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച സഖാക്കളായ നീലകണ്ഠൻ്റെയും ഭാർഗവിയുടെയും രക്തസാക്ഷി മണ്ഡപങ്ങൾ കണ്ടു. അപ്പുറത്ത് കായലിൽ തുഴ കുത്തിയെറിയുന്നത് പോലെ വെളുത്ത പത. യാക്കൂബ് അതിന് നേർക്ക് ടോർച്ച് തെളിച്ചു. ഒരു കൊച്ചുവള്ളത്തിൽ അതിശീഘ്രം കായൽ മുറിച്ച് തുഴയുന്ന ഒരാൾ. തൻ്റെ മേൽ വെളിച്ചമടിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. പക്ഷേ മുഖം വ്യക്തമായില്ല. ഞാൻ നീന്തിപ്പിടിക്കാൻ കൊച്ചങ്ങത്തെ അവനെ. മജീദ് കായലിലേക്ക് ചാടാനാഞ്ഞു. വേണ്ട, ധ്രുവ് തടഞ്ഞു. വള്ളത്തിലിരിക്കുന്നവനെ നീന്തി ചെല്ലുന്നവനെ ആക്രമിക്കാൻ എളുപ്പമാണ്. അവൻ ദീർഘമായി നിശ്വസിച്ചു. ഇന്നിനി അവനെ നമുക്ക് കിട്ടില്ല. പക്ഷേ വന്നു വീണോളും നമ്മുടെ കൈകളിൽ. ധ്രുവ് തിരിഞ്ഞു. പോകാം. നമ്മൾ വീട്ടിൽ അന്വേഷിച്ചു ചെന്ന കാര്യം അവൻ്റെ ഭാര്യ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും, മജീദ് അഭിപ്രായപ്പെട്ടു. അത് സത്യമായിരിക്കുമെന്ന് ധ്രുവിനും തോന്നി. തോട്ടപ്പള്ളി ഹാർബറിനോട് ചേർന്നുള്ള ലൈറ്റ് ഹൗസിലെ വെളിച്ചം വട്ടം തിരിഞ്ഞ് ഹൈവേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ ടെറസിലെത്തി. അവിടെ ഇരുന്ന മനുഷ്യരിലൂടെ അത് തെന്നി നീങ്ങി. ദേവസേനാപതിയുടെ വീടായിരുന്നു അത്. അയാൾക്കൊപ്പം അവിടെ MLA ശ്രീനിവാസനും SI അലക്സ് ബെഞ്ചമിനും വില്ലേജ് ഓഫീസർ ഹരിലാലും ഉണ്ടായിരുന്നു. 4 പേരും മദ്യലഹരിയിൽ. തീപ്പോയിലും തറയിലുമൊക്കെ ചിതറിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ. അവിടെ ഇരുന്നാൽ കടലിൽ നിലാവെളിച്ചം ചിതറി വീഴുന്നത് കാണാം. ട്രോളിംഗ് നിരോധനമായതിനാൽ ബോട്ടുകളൊന്നും കാണാനില്ല. ഇടയ്ക്കിടെ ചില മിന്നാമിനുങ്ങളുടെ വെളിച്ചം പോലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിലെ വെളിച്ചം മാത്രം. ആ വെളിച്ചം ഉലയുന്നുണ്ട്. കച്ചാൻ കാറ്റ്, തെക്കു പടിഞ്ഞാറൻ കാറ്റുണ്ടെന്നും വ്യക്തം. നിലാവ് വീണു കിടക്കുന്ന കടൽ ആകാശം പോലെ തോന്നിച്ചു. ലൈറ്റ് ഹൗസിനെ വെളിച്ചം ഒരിക്കൽ കൂടി കറങ്ങി തിരിഞ്ഞു വന്നു. ദേവസ്ഥാനാവധി എഴുന്നേറ്റു. പാറപ്പരപ്പിനരികിൽ ചെന്നു പടിഞ്ഞാറോട്ട് നോക്കി നിന്നു. അയാളുടെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ പതഞ്ഞു. ശ്രീനിവാസ, എത്ര കോടി ഒഴുക്കിയിട്ടാണ് ഞാൻ കരിമണൽ ഖനനത്തിനുള്ള അനുമതി തേടിയെന്ന് അറിയാമല്ലോ. അതിൻ്റെ നല്ലൊരു വിഹിതം തൻ്റെ അണ്ണാക്കിലേക്ക് തള്ളി തന്നിട്ടില്ലേ? ദേവാ, ശ്രീനിവാസനെ എഴുന്നേറ്റു. എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അയാളുടെ വാക്കുകളിൽ നീരസം തിങ്ങി. അവൻ വിശ്വരൂപൻ ചാന്നാർ. അവൻ ഒരുത്തനാണ് ജനങ്ങളെ ഇളക്കിയതും അവസാനം കോടതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചതും. ഓർമ്മയുണ്ടടാ? പാരപ്പറ്റിൽ പിടിച്ചുകൊണ്ട് ദേവസേനാവധി നീട്ടിയൊന്ന് തുപ്പി. അവസാനം കളിച്ച് അവൻ തൻ്റെ വീട്ടിൽ വരെ ഒരു ശവം കൊണ്ടുവന്ന് വെച്ച് തന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ദേവസേനാവധിയുടെ സ്വരം മുറുകി. അവൻ എന്നെ ഇങ്ങോട്ട് കയറി മാന്തിയപ്പോഴൊക്കെ താൻ ഒരുത്തൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കാതിരുന്നത്. പക്ഷേ ഇനി താൻ എൻ്റെ മുന്നിൽ അവന് വേണ്ടി വാദിക്കരുത്. അങ്ങനെ ചെയ്താൽ തന്നെയും ഞാൻ ശത്രുക്കളുടെ പട്ടികയിലാക്കും, ഓർത്തോ? ശ്രീനിവാസൻ നടന്നു ചെന്ന് ദേവസേനാപതിയുടെ തോളിൽ കൈവച്ചു. അവന് വേണ്ടി വാദിക്കാനോ? ഞാനോ? എൻ്റെ പിൻബലം തനിക്കുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയ നിമിഷം അവനെ കുടുക്കാൻ ഞാൻ പദ്ധതിയിട്ടതല്ലേ? പക്ഷേ പാളിപ്പോയി. ആ പാളിച്ച എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. കടലിൻ്റെ ഒച്ചയ്ക്കിടയിൽ അയാൾ തുടർന്നു. എന്നാൽ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സേനാപതി. ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ്. അവൻ്റെ പെങ്ങളും ഭാര്യയും മകളും അവിടെ നിന്ന് തിരിച്ചു പോരും മുമ്പ് അവൻ്റെ പ്രാണൻ ഞാൻ എടുത്തിരിക്കും. സാമ്രാജ്യം ഞാൻ തകർത്തിരിക്കും. നിങ്ങൾ 3 പേര് അതിന് എൻ്റെ ഒപ്പം ഉണ്ടാകണം. ഞങ്ങൾ എന്തിനും ഒരുക്കമാ ശ്രീനിവാസ സാറേ. അലക്സ് ബെഞ്ചമിനും ഹരിലാലും ഒന്നിച്ചു പറഞ്ഞുകൊണ്ട് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ചെന്നു. എങ്കിൽ ശ്രീനിവാസൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ റോഡ് വലിച്ചു കീറുന്ന ഒച്ചയ്ക്കിടയിൽ അയാൾ പറഞ്ഞു. അവൻ്റെ മകൻ ഒരുത്തനുണ്ടല്ലോ, ധ്രുവ്. ചാന്നാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മകൻ ആ സ്ഥാനത്ത് എത്തും എന്നത് സ്വാഭാവികം. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചുകൂടാ. അയാളുടെ പല്ലുകൾക്കിടയിലൂടെ മഞ്ഞുപോലെ പുക പുറത്തേക്ക് വന്നു. ആദ്യം നമ്മൾ അവനെ തീർക്കണം. അതാവണം നമ്മൾ ചാന്നാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ തിരിച്ചടി. ഇനി അവൻ ചത്തില്ലെങ്കിൽ? അയാൾ അലക്സിൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ ഒരേ റാങ്കുകാരാണെന്നൊന്നും കരുതണ്ട അലക്സേ. അവനെ കൊടുക്കണം. ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിൽ. താൻ അത് ചെയ്യണം. ഒന്നും പറയാതെ നിൽക്കുകയാണ് ദേവസേനാപതി. അയാളുടെ നോട്ടവും അലക്സിൻ്റെ മുഖത്തായിരുന്നു.
കുരുക്കിയിരിക്കും. അവൻ ജോലി ചെയ്യുന്നത് അങ്ങ് കർണാടകയിലാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവന് കാര്യമായ പിടിപാടില്ല. ശ്രീനിവാസൻ ഹരിലാലിനെ നോക്കി. തനിക്കും ഞാൻ ഇട്ടുതരാം ഒന്നാന്തരം ഒരു പദ്ധതി. അതിൽ വിശ്വരൂപൻ ചാന്നാർ കുരുങ്ങണം. അത് ഞാനേറ്റു സാറേ. ഹരിലാലിന് സന്തോഷമായി. എനിക്കുമുണ്ട് ഒത്തിരി കണക്കുകൾ ചാന്നാരോട് തീർക്കാൻ. അന്ന് അയാൾ എന്നെ കൈക്കൂലി കേസിൽ കുടുക്കിയ കാലം തൊട്ട് ഒരവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാനും. തക്ക സമയത്ത് സാറ് ഒരുത്തന എന്നെ രക്ഷിച്ചത്. സാറിനോട് ആ നന്ദി കാണിക്കാനുള്ള അവസരമായി തന്നെ ഞാൻ ഇതിനെ കരുതും. അവർ നാലുപാടും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. അവസാനം ദേവസേനാപതി ഒരു നമ്പറിലേക്ക് വിളിച്ചു. ട്രോളിംഗ് നിരോധനം കാരണം ഒരു പണിയുമില്ലാതെ ഇരിക്കുമല്ലേടോ പിള്ളേരെ നിങ്ങൾ. ഒരൊന്നാന്തര കൊട്ടേഷൻ തരാൻ ഞാൻ. ഇപ്പോൾ ഈ രാത്രി തന്നെ ചെയ്തു തീർക്കാനുള്ളത്. നേരം പുലരുമ്പോൾ ജനം ഞെട്ടണം. നിങ്ങൾക്കുള്ള റെമ്യൂണറേഷൻ 10 lakhs. അപ്പുറത്തു നിന്നുള്ള മറുപടി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേവസേനാപതിയുടെ മുഖത്തു നിന്ന് അവർ കാര്യം മനസ്സിലാക്കി. കൊട്ടേഷൻ ഉറപ്പിച്ചിരിക്കുന്നു. ഫോൺ പാരപ്പറ്റിൽ വെച്ചിട്ട് ദേവസേനാപതി തിരിഞ്ഞു. നാളെ രാത്രിയിലും നമ്മളിവിടെ കൂടും, ഒരു മരണം ആഘോഷിക്കാൻ. അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു. കഥ തുടരും.